ഹായ് എവ്രി വൺ. നമ്മുടെ CA Inter അഡ്വാൻസ്ഡ് അക്കൗണ്ടിങ് പേപ്പറിൻ്റെ എക്സാമിനേഷൻ ഫോർ ദിസ് ജൂലൈ 2021 എക്സാമിനേഷൻ നമുക്കൊരു 3-4 ദിവസം കഴിയുമ്പോഴാണ്. അപ്പം അതിനകത്ത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്ന ടോപ്പിക്കിന് ഏകദേശം 20 to 25% മാർക്കാണ്, വെയിറ്റേജാണ് നമുക്കുള്ളത്. അപ്പം ആ ഒരു ടോപ്പിക് വളരെ ക്വിക്കായിട്ട് റിവൈസ് ചെയ്യാനായിട്ടുള്ള ഒരു വീഡിയോ ആണിത്. നമ്മൾ എല്ലാ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിൻ്റെയും എല്ലാ ഇമ്പോർട്ടൻ്റ് ആസ്പെക്ട്സും ഈ വീഡിയോയിൽ വളരെ ക്വിക്കായിട്ട് റിവൈസ് ചെയ്യും. ഒരു ക്വസ്റ്റ്യൻസ് നമ്മൾ സോൾവ് ചെയ്യുന്നുണ്ടാവില്ല, ഓൾ കോൺസെപ്റ്റ്സ് വിൽ ബി റിവൈസിങ്. ഓക്കെ, സോ അപ്പോൾ നമ്മുടെ സെക്കൻഡ് ഗ്രൂപ്പ് നോക്കുവാണെങ്കിൽ നമുക്ക് ആപ്ലിക്കബിൾ ആയിട്ടുള്ള അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഏതൊക്കെയാണ്? AS4, AS5, AS7, AS9, AS14, AS17, AS18, AS19, AS20, 22, 24, 26 ആൻഡ് 29. ഇത്രയും സ്റ്റാൻഡേർഡ്സ് ആണ് നമുക്ക് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്. കുറേ സ്റ്റാൻഡേർഡ്സ് ഉണ്ട്, ബട്ട് അതിനകത്ത് കുറേ സ്റ്റാൻഡേർഡ്സ് ഡിസ്ക്ലോഷർ എലമെന്റിലുള്ള സ്റ്റാൻഡേർഡ്സ് ആണ്. അതിനൊക്കെ എന്താണ് പഠിക്കാൻ വളരെ കുറച്ച് ടൈം മതിയാവും. ചിലത് വളരെയധികം കോൺസെപ്ഷ്യൽ ആയിട്ടുള്ള സ്റ്റാൻഡേർഡ്സ് ആണ്, അതിന് നമുക്ക് കൂടുതൽ ടൈമും ആവശ്യമായിട്ട് വരാം. സോ നമുക്ക് ഓരോ സ്റ്റാൻഡേർഡ്സിലും എന്തൊക്കെയാണ് കോൺസെപ്റ്റ്സ് ഇൻവോൾവ് എന്നുള്ളത് നോക്കാം. സോ ഫസ്റ്റ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്ന സ്റ്റാൻഡേർഡ് ആണ് AS4 ഓൺ കണ്ടിജൻസീസ് ആൻഡ് ഇവന്റ്സ് ഒക്കറിംഗ് ആഫ്റ്റർ ബാലൻസ് ഷീറ്റ് ഡേറ്റ്. AS4 ഓൺ കണ്ടിജൻസീസ് ആൻഡ് ഇവന്റ്സ് ഒക്കറിംഗ് ആഫ്റ്റർ ബാലൻസ് ഷീറ്റ് ഡേറ്റ്. സോ ഇത് നമ്മളുടെ പീരിയോഡിസിറ്റി കോൺസെപ്റ്റിന്റെ ഒരു എക്സെപ്ഷൻ ആണ്. അതായത് നമ്മളുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന്റെ ഡേറ്റ് എന്താണോ അതിന് ശേഷം നടന്ന ചില ഇവന്റ്സും ട്രൂ ആൻഡ് ഫെയർ വ്യൂ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് റിഫ്ലക്ട് ചെയ്യാൻ വേണ്ടി അഡ്ജസ്റ്റ്മെന്റ് ചെയ്യേണ്ടതായിട്ട് വരാം. അങ്ങനെ പറയുന്ന ഒരു സ്റ്റാൻഡേർഡ് ആണ്. സോ ഇതിനകത്ത് രണ്ട് പാർട്ടാണ്, കണ്ടിജൻസീസ്, ഇവന്റ്സ് ഒക്കറിംഗ് ആഫ്റ്റർ ദി ബാലൻസ് ഷീറ്റ് ഡേറ്റ്. പക്ഷെ ഇതിനകത്തെ കണ്ടിജൻസി പാർട്ട് AS29 ഇഷ്യൂ ചെയ്തപ്പം അതിനുശേഷം ഇതിന്റെ റെലവൻസ് വളരെയധികം കുറഞ്ഞിട്ടുണ്ട്. സോ ഐഡിയലി ഇപ്പം ഇവന്റ്സ് ഒക്കറിംഗ് ആഫ്റ്റർ ബാലൻസ് ഷീറ്റ് ഡേറ്റിന് മാത്രമാണ് കൂടുതൽ റെലവൻസ് ഉള്ളത്. സോ അതാണ് നമ്മൾ ബേസിക്കലി നോക്കാറുള്ളത്. സോ എന്താണ് ഇവന്റ്സ് ഒക്കറിംഗ് ആഫ്റ്റർ ബാലൻസ് ഷീറ്റ് ഡേറ്റ് എന്ന് പറയുന്ന സ്റ്റാൻഡേർഡിന്റെ പെർവ്യൂവിൽ വരുന്നത്? ദീസ് ആർ ദോസ് സിഗ്നിഫിക്കന്റ് ഇവന്റ്സ്, ബോത്ത് ഫേവറബിൾ ആൻഡ് അൺഫേവറബിൾ, that occur between the balance sheet date and the date on which financial statements have been approved by the board of directors in case of company or any other approving authority in case of another entity. Okay, ഇതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ ഇവന്റ്സ് ഒക്കറിംഗ് ആഫ്റ്റർ ബാലൻസ് ഷീറ്റ് ഡേറ്റ് എന്ന് പറയുന്നത്. സോ ഈ പീരിയഡിൽ നടന്ന ഇവന്റ്സ് മാത്രമാണ് ഈ സ്റ്റാൻഡേർഡിനുള്ളിൽ വരിക. സോ ഈ സ്റ്റാൻഡേർഡ് ഈ ഇവന്റ്സ് ഒക്കറിംഗ് ആഫ്റ്റർ ബാലൻസ് ഷീറ്റ് ഡേറ്റിനെ രണ്ടായിട്ട് തിരിക്കുന്നുണ്ട്. First one is adjusting events, that is those provides further evidence of a condition existed at balance sheet date. ബാലൻസ് ഷീറ്റ് ഡേറ്റിൽ ഉണ്ടായിരുന്ന ഒരു സിറ്റുവേഷന്റെ ഫർദർ എവിഡൻസ് തരുന്നത്. സോ ഇതിന് നമ്മൾ അഡ്ജസ്റ്റ്മെന്റ്സ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിൽ ചെയ്യും. അസറ്റ്സ്, ലയബിലിറ്റീസ്, ഇൻകം, എക്സ്പെൻസ് ഓരോന്നിലും വരുന്ന അഡ്ജസ്റ്റ്മെന്റ്സ് വി വിൽ ഡു. അതാണ് അഡ്ജസ്റ്റിംഗ് ഇവന്റ്സ്. നോൺ അഡ്ജസ്റ്റിംഗ് ഇവന്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദോസ് ആർ ഇൻഡിക്കേറ്റീവ് ഓഫ് എ കണ്ടീഷൻ എറോസ് സബ്സീക്വന്റ് ടു ബാലൻസ് ഷീറ്റ് ഡേറ്റ്. ബാലൻസ് ഷീറ്റ് ഡേറ്റിന് ശേഷം നടന്ന ഇവന്റ് ആണ് അത്. ബാലൻസ് ഷീറ്റ് ഡേറ്റിലുള്ള സർക്കംസ്റ്റൻസുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല, അങ്ങനെയുള്ള സംഭവമാണ്. ഇതിന് നോ അഡ്ജസ്റ്റ്മെന്റ്, നോ ഡിസ്ക്ലോഷർ, ഇതാണ് ഐഡിയലി ചെയ്യേണ്ടത്. നെക്സ്റ്റ് പീരിയഡിലാണ് അത് റെക്കോർഡ് ചെയ്യേണ്ടത്. ബട്ട് there are certain special cases, exceptional cases. ആ കേസസിൽ മാത്രവും നോൺ അഡ്ജസ്റ്റിംഗ് ഇവന്റ് ആണെങ്കിൽ പോലും നമ്മൾ എന്ത് ചെയ്യാം, അതിന്റെ അഡ്ജസ്റ്റ്മെന്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിലേക്ക് കൊണ്ടുവരാം. അതിൽ ഫസ്റ്റ് വൺ ആണ് ഗോയിങ് കൺസേണിനെ അഫക്ട് ചെയ്യുന്നു. ഗോയിങ് കൺസേണിനെ അഫക്ട് ചെയ്യുമ്പം ഗോയിങ് കൺസേൺ അസംഷനെ വാലിഡ് അല്ലാത്ത സിറ്റുവേഷൻ വന്നിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ ചെയ്യുന്ന ബേസിസ് തന്നെ നമ്മൾ ചേഞ്ച് ചെയ്യേണ്ടി വരും. ഇനി വാലിഡ് ആണ് പക്ഷേ മെറ്റീരിയൽ അൺസർട്ടനിറ്റി വരുവാണെങ്കിൽ നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിൽ ഡിസ്ക്ലോഷർ കൊടുക്കേണ്ടതായിട്ട് വരാം. ഇല്ലെങ്കിൽ ചില ഇവന്റ്സ് ഉണ്ട്, അതിന്റെ സ്പെഷ്യൽ നേച്ചർ കൺസിഡർ ചെയ്ത് നമ്മൾ എന്ത് ചെയ്യാം, ഡിസ്ക്ലോഷേഴ്സ് കൊടുക്കാം. ഫോർ എക്സാമ്പിൾ ഒരു എർത്ത് ഉണ്ടായി, നമുക്ക് ഹ്യൂജ് ലോസസ് വന്നു. അപ്പോൾ ആ ലോസസ് വന്നു എന്നുള്ളത് യൂസേഴ്സ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന് ദാറ്റ് വിൽ ബി എ മെറ്റീരിയൽ ഇൻഫർമേഷൻ. അങ്ങനെ അതിന്റെ സ്പെഷ്യൽ നേച്ചർ വെച്ചിട്ട് നമ്മൾ ചില ഡിസ്ക്ലോഷേഴ്സ് നോൺ അഡ്ജസ്റ്റിംഗ് ഇവന്റ്സിന് കൊടുക്കാം. ഇനി സ്റ്റാറ്റ്യൂട്ടറി റിക്വയർമെന്റ്, പ്രൊപ്പോസ് ഡിവിഡൻഡ്, കമ്പനീസ് ആക്ട് പറയുന്നതുകൊണ്ട് നമ്മൾ ഡിസ്ക്ലോഷർ കൊടുക്കുന്നു. സോ സ്റ്റാറ്റ്യൂട്ടറി റിക്വയർമെന്റ് പ്രകാരം നമുക്ക് എന്ത് വരാം, അതിന്റെ ബേസിസിൽ നമുക്ക് ഫിനാൻഷ്യൽസിൽ നോൺ അഡ്ജസ്റ്റിംഗ് ഇവന്റ്സിന്റെ ഡിസ്ക്ലോഷേഴ്സ് കൊടുക്കാം. അല്ലാതെ നോൺ അഡ്ജസ്റ്റിംഗ് ഇവന്റ്സ് ഡിസ്ക്ലോസ് ചെയ്യേണ്ട ആവശ്യമില്ല. ദിസ് ഇസ് വാട്ട് ഈസ് യുവർ AS4 സ്റ്റേറ്റ്സ്. ഇനി നമുക്ക് AS5ലേക്ക് പോവാം. ദാറ്റ് ഈസ് ദി നെക്സ്റ്റ് ആൻഡ് തേർഡ്, നെറ്റ് പ്രോഫിറ്റ് ഓർ ലോസ് ഫോർ ദ പീരീഡ്, പ്രയർ പീരീഡ് ഐറ്റംസ് ആൻഡ് ചേഞ്ചസ് ഇൻ അക്കൗണ്ടിംഗ് പോളിസീസ്. അപ്പോൾ ഈ ഒരു സ്റ്റാൻഡേർഡ് നോക്കിയാൽ ഇതിനകത്ത് നമുക്ക് 4 ഗൈഡൻസ് ആണ് ബേസിക്കലി ഉള്ളത്. 1 നെറ്റ് പ്രോഫിറ്റ് ഓർ ലോസ് ഫോർ ദ പീരീഡ്, 2 പ്രയർ പീരീഡ് ഐറ്റം, 3 ചേഞ്ചസ് ഇൻ അക്കൗണ്ടിംഗ് എസ്റ്റിമേറ്റ്, 4 ചേഞ്ചസ് ഇൻ അക്കൗണ്ടിംഗ് പോളിസീസ്.
ബേസിക്കലി P&Lന്റെ പ്രസന്റേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് ആണ്. അപ്പോൾ ഇതിനകത്ത് ഫസ്റ്റ് ഗൈഡൻസ് ആണ് നെറ്റ് പ്രോഫിറ്റ് ഓർ ലോസ് ഫോർ ദ പീരീഡ്. അപ്പോൾ ഇതിനെക്കുറിച്ച് സ്റ്റാൻഡേർഡ് പറയുന്നതെന്ന് പറഞ്ഞാൽ നെറ്റ് പ്രോഫിറ്റ് ഓർ ലോസ് ഫോർ ദ പീരീഡിനെ നമ്മൾ രണ്ടായിട്ട് തിരിക്കും. പ്രോഫിറ്റ് ഓർ ലോസ് ഫ്രം ഓർഡിനറി ആക്ടിവിറ്റീസും എക്സ്ട്രാ ഓർഡിനറി ഐറ്റവും. ഇത് രണ്ടും ഫേസ് ഓഫ് ദി ഫിനാൻഷ്യൽ ബാലൻസ് ഫേസ് ഓഫ് P&L തന്നെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഡിസ്ക്ലോസ് ചെയ്യണമെന്ന് സ്റ്റാൻഡേർഡ് പറയുന്നു. അപ്പോൾ ഓർഡിനറി ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ എൻറ്റിറ്റി അതിന്റെ ബിസിനസിന്റെ പാർട്ടായിട്ട് നടത്തുന്ന ആക്ടിവിറ്റീസും അതിന്റെ റിലേറ്റഡ് ആക്ടിവിറ്റീസിനെയും കൂടി ചേർത്തിട്ടാണ് ഓർഡിനറി ആക്ടിവിറ്റീസ് എന്ന് പറയുക. എക്സ്ട്രാ ഓർഡിനറി ഐറ്റം എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്ന് ക്ലിയർലി ഡിസ്റ്റിങ് ഫ്രം ഓർഡിനറി ആക്ടിവിറ്റീസ് ആണ്. അത് ഇറ്റ് ഈസ് നോട്ട് എക്സ്പെക്ടഡ് ടു റെക്കർ ഫ്രീക്വന്റ്ലി ഓർ റെഗുലർലി, അങ്ങനത്തെ ഇവന്റ്സ് ആയിരിക്കും എക്സ്ട്രാ ഓർഡിനറി. സോ എക്സ്ട്രാ ഓർഡിനറി ഐറ്റംസ് നമുക്ക് വന്നിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഷുഡ് ബി ഡിസ്ക്ലോസ് സെപ്പറേറ്റ്ലി ഇൻ P&L, സെപ്പറേറ്റ് ലൈൻ ഐറ്റം ആയിട്ട് വരണം. ഇനി നെറ്റ് പ്രോഫിറ്റ് ഓർ ലോസ് ഫോർ ദ പീരിയഡിനുള്ളിൽ തന്നെ അവർ വേറൊരു സംഭവം കൂടി പറയുന്നുണ്ട്. ദാറ്റ് ഈസ് യുവർ എക്സെപ്ഷണൽ ഐറ്റം. അത് ഓർഡിനറി ആക്ടിവിറ്റീസിനുള്ളിൽ ഉള്ള ഐറ്റം ആയിരിക്കും. But it is of such size, nature or incidents that the disclosure is relevant to explain the financial performance of the enterprise. ആ എന്റർപ്രൈസിന്റെ ഫിനാൻഷ്യൽ പെർഫോമൻസ് മനസ്സിലാക്കാനായിട്ട് അത് ഡിസ്ക്ലോസ് ചെയ്യേണ്ടി വരാം. അപ്പോൾ അങ്ങനത്തെ ഐറ്റംസ് ആണ് എക്സെപ്ഷണൽ ഐറ്റം. നമ്മളുടെ റൈറ്റ് ഡൗൺ ഓഫ് ഇൻവെന്ററീസ് ടു NRV, റിവേഴ്സൽ ഓഫ് പ്രൊവിഷൻസ്, എനി അഡ്ജസ്റ്റ്മെന്റ്സ് വിത്ത് റെട്രോസ്പെക്റ്റീവ് ഇഫക്റ്റ്, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ എക്സെപ്ഷണൽ ഐറ്റം ആയിട്ടാണ് ട്രീറ്റ് ചെയ്യേണ്ടത്. ഇതാണ് നമ്മുടെ നെറ്റ് പ്രോഫിറ്റ് ഓർ ലോസ് ഫോർ ദ പീരീഡ് എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്കിൽ സ്റ്റാൻഡേർഡ് പറയുന്നത്. ഇനി പ്രയർ പീരിയഡ് ഐറ്റം ആണ് രണ്ടാമതായിട്ടുള്ള ഗൈഡൻസ്. പ്രയർ പീരിയഡ് ഐറ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രയർ ഇയേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഐറ്റവും പ്രയർ പീരിയഡ് ഐറ്റം അല്ല. ഇത് കറന്റ് പീരിയഡിൽ എറൈസ് ചെയ്തേക്കുന്ന ഒരു ഇൻകം ഓർ എക്സ്പെൻസ് ആണ്. അതിന്റെ റീസൺ എന്താണ്? പ്രയർ ഇയേഴ്സിലെ പ്രയർ പീരിയഡ്സിലെ വൺ ഓർ മോർ പ്രയർ പീരിയഡ്സിലെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ ചെയ്തപ്പോൾ അവിടെ എററോ ഒമിഷനോ സംഭവിച്ചു. അതുകൊണ്ട് വന്നേക്കുന്ന ഇൻകം ഓർ എക്സ്പെൻസ് ഇൻ കറന്റ് പീരിയഡ് ആണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രയർ പീരിയഡ് ഐറ്റം. സോ മെറ്റീരിയൽ ആയിട്ടുള്ള പ്രയർ പീരിയഡ് ഐറ്റം വന്നിട്ടുണ്ടെങ്കിലും ഇറ്റ് ഷുഡ് ബി ഡിസ്ക്ലോസ് സെപ്പറേറ്റ്ലി ഇൻ ദി സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ്. അതാണ് നമ്മളുടെ സ്റ്റാൻഡേർഡ് പറയുന്നത്. അതിന്റെ നേച്ചർ, എമൗണ്ട് രണ്ടും സെപ്പറേറ്റ്ലി നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യണം. ഇനി മൂന്നാമത്തെയാണ് ഈ സ്റ്റാൻഡേർഡ് തരുന്ന ഗൈഡൻസ് ആണ് ചേഞ്ച് ഇൻ അക്കൗണ്ടിങ് എസ്റ്റിമേറ്റ്സ്. എസ്റ്റിമേറ്റ്സ് നമ്മൾ അക്കൗണ്ട്സിൽ ഒത്തിരി അടുത്ത് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ അക്കൗണ്ടിങ് എസ്റ്റിമേറ്റ്സിൽ ചേഞ്ച് വന്നിട്ടുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? അപ്പം എസ്റ്റിമേറ്റ്സിന്റെ ചേഞ്ച് സ്റ്റാൻഡേർഡ് പറയുന്നത് എപ്പോൾ വേണമെങ്കിലും വരാം. എങ്ങനെയാണോ, എന്തിനെ ബേസ് ചെയ്താണോ ആ ഒരു ചേഞ്ച് ഉള്ളത്, ആ ഒരു എസ്റ്റിമേറ്റ് ഉള്ളത്, ആ സർക്കംസ്റ്റൻസ് ചേഞ്ച് ചെയ്താൽ നമുക്ക് എസ്റ്റിമേറ്റ് ചേഞ്ച് ചെയ്യാം. പുതിയൊരു ഇൻഫർമേഷൻ വന്നാൽ ചേഞ്ച് ചെയ്യാം. മോർ എക്സ്പീരിയൻസ്, സബ്സീക്വന്റ് ഡെവലപ്മെന്റ്, ഇതൊക്കെ വരുമ്പം എസ്റ്റിമേറ്റ് ചേഞ്ച് ചെയ്യാം. എസ്റ്റിമേറ്റ് ചേഞ്ച് ചെയ്യുന്ന ഒരിക്കലും എക്സ്ട്രാ ഓർഡിനറി ഐറ്റമോ എക്സെപ്ഷണൽ ഐറ്റമോ പ്രയർ പീരിയഡ് ഐറ്റമോ ഒന്നും ആവത്തില്ല. സോ ആൻഡ് എസ്റ്റിമേറ്റ്സിന്റെ ചേഞ്ചിന് റെട്രോസ്പെക്റ്റീവ് ആപ്ലിക്കേഷൻ ഒന്നും വേണ്ട. ഈ പീരിയഡിലാണ് ചേഞ്ച് വന്നിരിക്കുന്നത്, ഈ പീരിയഡിലും ഇനി ഇതിന്റെ സബ്സീക്വന്റ് പീരിയഡ്സിൽ അതിന് ഇമ്പാക്ട് ഉണ്ടെങ്കിൽ ആ പീരിയഡ്സിലുമായിട്ട് അക്കൗണ്ട് ചെയ്താൽ മതി. പ്രോസ്പെക്റ്റീവ് ആപ്ലിക്കേഷൻ ആണ് അതുകൊണ്ട് റിക്വയർഡ് ആയിട്ടുള്ള. നോ റെട്രോസ്പെക്റ്റീവ് ആപ്ലിക്കേഷൻ ഇസ് റിക്വയർഡ്. പക്ഷേ അവിടെ മെറ്റീരിയൽ ആയിട്ടുള്ള ഇമ്പാക്ട് ഉണ്ടെങ്കിൽ അതിന് ഡിസ്ക്ലോഷർ നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. ദാറ്റ് ഈസ് യുവർ ചേഞ്ച് ഇൻ അക്കൗണ്ടിങ് എസ്റ്റിമേറ്റ്. ഇനി നമുക്ക് ഇവിടെയുള്ള ഒരു അടുത്ത ഗൈഡൻസ് ആണ് ചേഞ്ച് ഇൻ അക്കൗണ്ടിങ് പോളിസീസ്. അക്കൗണ്ടിങ് പോളിസീസിന്റെ മീനിങ് എന്താ? ദീസ് ആർ സ്പെസിഫിക് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ആൻഡ് മെത്തേഡ്സ് ഓഫ് അപ്ലൈയിങ് ദോസ് പ്രിൻസിപ്പിൾസ് ഇൻ ദി പ്രിപ്പറേഷൻ പ്രസന്റേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്. ഈ ചേഞ്ച് ഇൻ അക്കൗണ്ടിങ് പോളിസി എപ്പോഴും ചെയ്യാൻ പറ്റില്ല. വി ഹാവ് ടു ചേഞ്ച് only if it is required by any statute or for compliance with another accounting standard, or change would result in more appropriate presentation of financial statements. ഇനി ഇങ്ങനെ ഒരു ചേഞ്ച് ഇൻ അക്കൗണ്ടിങ് പോളിസി വരുമ്പോൾ റെട്രോസ്പെക്റ്റീവ് ആപ്ലിക്കേഷൻ ആണ് നമുക്ക് വേണ്ടത്. അവിടെ എന്ത് ചെയ്യണം? ഈ അക്കൗണ്ടിങ് പോളിസി നേരത്തെ മുതലേ അപ്ലൈ ചെയ്തിരുന്നെങ്കിൽ എന്താകുമായിരുന്നു സിറ്റുവേഷൻ എന്നുള്ളത് നോക്കി അതിന്റെ ഇമ്പാക്ട് കണ്ടുപിടിച്ച് അത് ഈ വർഷം അക്കൗണ്ട് ചെയ്യണം. അക്യുമുലേറ്റീവ് ഇമ്പാക്ട് വിൽ ബി അക്കൗണ്ടഡ് ഇൻ കറന്റ് പീരിയഡ്. അതിന്റെ ഇമ്പാക്ട് മെറ്റീരിയൽ ആണെങ്കിൽ ഇറ്റ് ഷുഡ് ബി ഡിസ്ക്ലോസ്. നമ്മൾ AS1 പറഞ്ഞിരുന്ന സെയിം ഡിസ്ക്ലോഷർ റിക്വയർമെന്റ്സ് ഇസ് റിപ്പീറ്റഡ് ഇൻ AS5 ഓൾസോ. ഇനി സ്റ്റാൻഡേർഡ് രണ്ട് ടൈപ്പ് ഓഫ് ട്രാൻസാക്ഷൻസ് കണ്ടിട്ട് അവർ പറയുവാണ് ഇത് ചേഞ്ച് ഇൻ അക്കൗണ്ടിങ് പോളിസി ആയിട്ട് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ഒന്ന്, നമ്മൾക്ക് നേരത്തെ ഉണ്ടായിരുന്നില്ലാത്ത പുതുതായിട്ട് വന്നേക്കുന്ന ഒരു ട്രാൻസാക്ഷന് വേണ്ടി നമ്മളൊരു ന്യൂ അക്കൗണ്ടിങ് പോളിസി എന്ത് ചെയ്തു? അഡോപ്റ്റ് ചെയ്യുവാണ്. സോ അങ്ങനത്തെ സംഭവങ്ങൾ. അല്ലെങ്കിൽ നമ്മളുടെ നേരത്തെ ഉണ്ടായിരുന്ന ട്രാൻസാക്ഷനിൽ നിന്ന് ഇൻ സബ്സ്റ്റൻസ് ഇപ്പോൾ ഉള്ള സംഭവത്തിന് ഡിഫറൻസ് ഉണ്ട്, അങ്ങനത്തെ ഏരിയ. അതായത് നേരത്തെ ഒരു എക്സ്ഗ്രേഷ്യ ഗ്രാറ്റുവിറ്റി പേയ്മെന്റ് പകരം ഫോർമൽ ഗ്രാറ്റുവിറ്റി സ്കീം കൊണ്ടുവന്നാൽ ഇൻ സബ്സ്റ്റൻസ് ആ ഗ്രാറ്റുവിറ്റി പേയ്മെന്റ് മാറുന്നുണ്ട്. അങ്ങനത്തെ സിറ്റുവേഷനിൽ അത് ചേഞ്ച് ഇൻ അക്കൗണ്ടിങ് പോളിസി അല്ല. ആ അക്കൗണ്ടിങ് പോളിസി ചേഞ്ച് ചെയ്യുമ്പം ദെൻ നേരത്തെ ഒക്കർ ചെയ്യാത്ത ട്രാൻസാക്ഷന് വേണ്ടി പുതിയൊരു പോളിസി കൊണ്ടുവരുന്നു, അല്ലെങ്കിൽ നേരത്തെ ഇമ്മെറ്റീരിയൽ ആയിരുന്ന ട്രാൻസാക്ഷൻ അതിനുവേണ്ടി പുതിയൊരു പോളിസി കൊണ്ടുവരുന്നു, അതൊന്നും ചേഞ്ച് ഇൻ അക്കൗണ്ടിങ് പോളിസി അല്ല. ഇതാണ് AS5 ഗൈഡൻസ്. ഇനി നമുക്ക് ആപ്ലിക്കബിൾ ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് ആണ് AS7 കൺസ്ട്രക്ഷൻ കോൺട്രാക്ട്സ്.
സോ കൺസ്ട്രക്ഷൻ കോൺട്രാക്ട്സിന്റെ സ്റ്റാൻഡേർഡ് പറയുന്നതെന്ന് പറഞ്ഞാൽ കൺസ്ട്രക്ഷൻ കോൺട്രാക്ട്സ് ആർ സ്പെസിഫിക്കലി നെഗോഷിയേറ്റഡ് കോൺട്രാക്ട്സ് ഫോർ കൺസ്ട്രക്ഷൻ ഓഫ് അൻ അസെറ്റ് ഓർ കോമ്പിനേഷൻ ഓഫ് അസെറ്റ്. ഈ കോമ്പിനേഷൻ ഓഫ് അസെറ്റ് ആണ് വരുന്നതെങ്കിൽ ഇന്റർ റിലേറ്റഡോ ഇന്റർ ഡിപ്പെൻഡന്റോ ആയിട്ടുള്ള കോമ്പിനേഷൻ ഓഫ് അസെറ്റിന് വേണ്ടിയുള്ള ഒരു കോൺട്രാക്ട്, അല്ലെങ്കിൽ ഒരു സിംഗിൾ അസെറ്റ് കൺസ്ട്രക്ട് ചെയ്യാനായിട്ടുള്ള കോൺട്രാക്ട്, അതാണ് കൺസ്ട്രക്ഷൻ കോൺട്രാക്ടിന്റെ മീനിങ്ങിൽ വരിക. ഇനി കൺസ്ട്രക്ഷൻ കോൺട്രാക്ടിന് ഒരു നാരോ മീനിങ് അല്ല, അതിനകത്ത് കുറച്ചുകൂടി വൈഡർ മീനിങ് ആണ്. സോ കോൺട്രാക്ട്സ് ഫോർ റെൻഡറിംഗ് സർവീസ് വിച്ച് ആർ ഡയറക്ട്ലി റിലേറ്റഡ് ടു കൺസ്ട്രക്ഷൻ ഓഫ് അസെറ്റ്, അതും കൺസ്ട്രക്ഷൻ കോൺട്രാക്ടിന്റെ മീനിങ്ങിൽ വരും. ഇനി ഡിസ്ട്രക്ഷൻ ഓർ റീസ്റ്റോറേഷൻ ഓഫ് അസെറ്റിന് വേണ്ടിയുള്ള കോൺട്രാക്ട്സും അതും കൺസ്ട്രക്ഷൻ കോൺട്രാക്ടിന്റെ മീനിങ്ങിൽ വരും. ഇനി നമ്മളുടെ കൺസ്ട്രക്ഷൻ കോൺട്രാക്ട് ഈ സ്റ്റാൻഡേർഡ് രണ്ട് രീതിയിൽ നമ്മൾ തിരിച്ചിട്ടുണ്ട്. ഒന്ന് ഫിക്സഡ് പ്രൈസ് കോൺട്രാക്ട്, രണ്ട് കോസ്റ്റ് പ്ലസ് കോൺട്രാക്ട്. ഫിക്സഡ് പ്രൈസ് കോൺട്രാക്ടിൽ കോൺട്രാക്ടറിന് ഒരു ഫിക്സഡ് കോൺട്രാക്ട് പ്രൈസും ഉണ്ടാവും, ദെൻ ചിലപ്പം ഒരു കോസ്റ്റ് എസ്കലേഷൻ ക്ലോസും അതിനകത്ത് ഉണ്ടായേക്കാം. കോസ്റ്റ് പ്ലസ് കോൺട്രാക്ട് ആണെങ്കിൽ കോൺട്രാക്ടറോട് അയാൾ ഇൻക്രീസ് ചെയ്ത കോസ്റ്റ് റീഇംബേഴ്സ് ചെയ്യുന്നു, പ്ലസ് പെർസെൻറ്റേജ് ഓഫ് ദീസ് കോസ്റ്റ് ഓർ ഫിക്സഡ് ഫീ, അയാൾക്ക് ഒരു റെമ്യൂണറേഷൻ ആയിട്ട് ഒരു പെർസെൻറ്റേജ് അല്ലെങ്കിൽ ഫിക്സഡ് ഫീയും കൊടുക്കാമെന്ന് പറയുന്നു. അങ്ങനത്തെ കോൺട്രാക്ട് ആണ് കോസ്റ്റ് പ്ലസ് കോൺട്രാക്ട്. ഇനി ഇതിൽ നിന്ന് എങ്ങനെ റവന്യൂ റെക്കഗ്നൈസ് ചെയ്യണം എന്നാണ് സ്റ്റാൻഡേർഡ് പറയുന്നത്. അപ്പോൾ ഈ കോൺട്രാക്റ്റിൽ നിന്ന് റവന്യൂ റെക്കഗ്നൈസ് ചെയ്യുമ്പോൾ കോൺട്രാക്ട് റവന്യൂ എന്ന് പറയുന്ന ടേം എന്താണ്, കോൺട്രാക്ട് എക്സ്പെൻസ് അതിനകത്തൊക്കെ എന്താണ് വരുന്നത് എന്നുള്ളത് നമുക്കറിയണം. സോ കോൺട്രാക്ട് റവന്യൂ എന്നുള്ളതിന് സ്റ്റാൻഡേർഡ് പറയുന്നത് അതിന് രണ്ട് കോമ്പോണന്റ് ആണ്. ഒന്ന് ഇനീഷ്യൽ എമൗണ്ട് ഓഫ് റവന്യൂ എഗ്രീഡ് ഇൻ ദി കോൺട്രാക്ട്, അത് നമ്മൾ എന്തായാലും കോൺട്രാക്ട് റവന്യൂവിന്റെ പാർട്ടായിട്ട് കൺസിഡർ ചെയ്യും. ഇനി കോൺട്രാക്റ്റിൽ എന്തെങ്കിലും വേരിയേഷൻ വന്നു, അല്ലെങ്കിൽ എസ്കലേഷൻ ക്ലോസിൻ്റെതായിട്ടുള്ള ഒരു ക്ലെയിം ഉണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻസെന്റീവ് പേയ്മെന്റ് ഒക്കെ ഉണ്ട്, അത് to the extent probable that they will result in revenue and capable of being measured ഉണ്ടെങ്കിൽ അങ്ങനത്തെ എമൗണ്ട് നമ്മൾ റവന്യൂവിന്റെ പാർട്ടായിട്ട് എടുത്തോണം. അതാണ് കോൺട്രാക്ട് റവന്യൂവിന്റെ മീനിങ്. കോൺട്രാക്ട് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് നമുക്ക് മൂന്ന് കോമ്പോണന്റ് ആണുള്ളത്. സോ കോസ്റ്റ് ദാറ്റ് ഈസ് ഡയറക്ട്ലി റിലേറ്റഡ് ടു ദാറ്റ് കോൺട്രാക്ട്, attributable to the contract activity and can be allocated to this contract, and specifically chargeable to the customer under the terms of this contract. ഇത് മൂന്നും കൂടി ചേരുന്നതാണ് കോൺട്രാക്ട് കോസ്റ്റ്. ഇനി ഈ കോൺട്രാക്ട് റവന്യൂ കോൺട്രാക്ട് കോസ്റ്റ് ഒക്കെ റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടി സ്റ്റാൻഡേർഡ് ബേസിക്കലി എന്ത് ചെയ്യുന്നു, പെർസെൻറ്റേജ് ഓഫ് കംപ്ലീഷൻ മെത്തേഡ് ആണ് പറയുന്നത്. സോ പെർസെൻറ്റേജ് ഓഫ് കംപ്ലീഷൻ മെത്തേഡ് അവർ പ്രിസ്ക്രൈബ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അതൊരു കോഷൻ വെച്ചിട്ട് വേണം നമ്മൾ യൂസ് ചെയ്യാൻ. അപ്പോൾ അതുകൊണ്ട് സ്റ്റാൻഡേർഡ് പറയുന്നു നമ്മൾ ഒരു കൺസ്ട്രക്ഷൻ കോൺട്രാക്റ്റിലെ റവന്യൂ പെർസെൻറ്റേജ് ഓഫ് കംപ്ലീഷൻ മെത്തേഡിൽ അക്കൗണ്ട് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നറിയാൻ വേണ്ടി നമ്മൾ നോക്കുക ഔട്ട്കം ഓഫ് കൺസ്ട്രക്ഷൻ കോൺട്രാക്ട് റിലയബിളി മെഷർ ചെയ്യാൻ പറ്റുമോ. പറ്റുമെങ്കിൽ പെർസെൻറ്റേജ് ഓഫ് കംപ്ലീഷൻ മെത്തേഡ് യൂസ് ചെയ്യുക. ഇല്ലെങ്കിൽ എന്താണോ റിക്കവറബിൾ എമൗണ്ട്, ഈ ഒരു കോൺട്രാക്റ്റിൽ നിന്ന് ഇതുവരെ നടത്തിയ വർക്കിൽ നിന്ന് എത്രയാണോ റിക്കവർ ചെയ്യാൻ പറ്റുമെന്ന് നമുക്കറിയാവുന്നത് ആ കോമ്പോണന്റ് മാത്രം നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുക, റവന്യൂ ആയിട്ട് റെക്കഗ്നൈസ് ചെയ്യുക. എന്ത് കോസ്റ്റ് വന്നാലും P&Lലേക്ക് വിടുക. അതാണ് നമ്മളുടെ അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ്. ഇനി പെർസെൻറ്റേജ് ഓഫ് കംപ്ലീഷൻ മെത്തേഡിന് നമ്മൾ പോകുമ്പം ഔട്ട്കം ഓഫ് കൺസ്ട്രക്ഷൻ കോൺട്രാക്ട് റിലയബിളി മെഷർ ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നു. സോ ഈ ഔട്ട്കം എങ്ങനെയാണ് റിലയബിളി മെഷർ ചെയ്യുക? ബേസിക്കലി ഔട്ട്കം റിലയബിളി മെഷർ ചെയ്യാൻ രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന്, പെർസെൻറ്റേജ് ഓഫ് കംപ്ലീഷൻ മെത്തേഡ് അപ്ലൈ ചെയ്യാവുന്ന ഒരു സർക്കംസ്റ്റൻസ് ആയിരിക്കണം. അതിനുവേണ്ടി ഒരു 3 കണ്ടീഷൻ തരുന്നുണ്ട് ഫിക്സഡ് പ്രൈസ് കോൺട്രാക്ടിനോ. ഒന്ന്, കോൺട്രാക്ട് റവന്യൂ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റണം. 2, കോസ്റ്റ് ടിൽ ഡേറ്റ് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റണം. 3 എസ്റ്റിമേറ്റഡ് ഫർദർ കോസ്റ്റ് എത്രയാണ് എന്നുള്ളത് നമുക്ക് മെഷർ ചെയ്യാനായിട്ട് പറ്റണം. ആൻഡ് സ്റ്റേജ് ഓഫ് കംപ്ലീഷനും നമുക്ക് മെഷർ ചെയ്യാൻ പറ്റണം. ഇങ്ങനൊരു സിറ്റുവേഷൻ ആണെങ്കിൽ പെർസെൻറ്റേജ് ഓഫ് കംപ്ലീഷൻ മെത്തേഡ് അപ്ലൈ ചെയ്യായിരിക്കും. ആൻഡ് ഫ്യൂച്ചർ ഇക്കണോമിക് ബെനിഫിറ്റ് പ്രോബബിൾ ആണ്, ആ എമൗണ്ട് റിസീവ് ചെയ്യും, അങ്ങനൊരു സിറ്റുവേഷൻ ആണ് എങ്കിൽ ഇത് രണ്ടും സാറ്റിസ്ഫൈ ചെയ്താലാണ് ഔട്ട്കം റിലയബിളി മെഷർ ചെയ്യാൻ പറ്റുക. ഇനി ഒരു കോസ്റ്റ് പ്ലസ് കോൺട്രാക്ട് ആണെങ്കിൽ അവിടെ കോസ്റ്റ് ടിൽ ഡേറ്റ് മാത്രം മതിയാവും നമ്മുടെ പെർസെൻറ്റേജ് ഓഫ് കംപ്ലീഷൻ മെത്തേഡ് ഒക്കെ അപ്ലൈ ചെയ്യാനായിട്ട്. സോ അവിടെയാണ് കോസ്റ്റ് ടിൽ ഡേറ്റ് മെഷർ ചെയ്യാൻ പറ്റണം, ഫ്യൂച്ചർ ഇക്കണോമിക് ബെനിഫിറ്റ് പ്രോബിൾ ആയിരിക്കണം, എങ്കിലാണ് നമുക്ക് ഔട്ട്കം റിലയബിളി മെഷർ ചെയ്യാൻ പറ്റുക. ഇനി എങ്ങനെയാണ് ഈ പെർസെൻറ്റേജ് ഓഫ് കംപ്ലീഷൻ മെത്തേഡ് അപ്ലൈ ചെയ്യേണ്ടത്? കോസ്റ്റിന്റെ ബേസിസിൽ, കോസ്റ്റ് ഇൻകർഡ് ടിൽ ഡേറ്റിന്റെ ബേസിസിലാണ് നമ്മളോട് ഈ പെർസെൻറ്റേജ് ഓഫ് കംപ്ലീഷൻ മെത്തേഡ് അപ്ലൈ ചെയ്യാനായിട്ട് പറയുന്നത്. സോ പെർസെൻറ്റേജ് ഓഫ് കംപ്ലീഷന് വേണ്ടി അപ്പം നമ്മൾ ഉപയോഗിക്കേണ്ട ഫോർമുല കോസ്റ്റ് ടിൽ ഡേറ്റ് ഡിവൈഡ് ബൈ എസ്റ്റിമേറ്റഡ് ടോട്ടൽ കോസ്റ്റ് ആണ്. അപ്പൊ കോസ്റ്റ് ടിൽ ഡേറ്റിനകത്ത് വർക്ക് സർട്ടിഫൈഡും വരാം, വർക്ക് അൺസർട്ടിഫൈഡും വരാം. ഇനി എസ്റ്റിമേറ്റഡ് ടോട്ടൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതുവരെ വന്നേക്കുന്ന കോസ്റ്റും ഈ എസ്റ്റിമേറ്റഡ് ഫർദർ കോസ്റ്റ്, ഇനി വരാൻ ചാൻസ് ഉള്ള കോസ്റ്റ് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്തേക്കുന്നതും ഇത് രണ്ടും കൂടി കൂട്ടുന്നതാണ്. ഇതിന്റെ ബേസിസിലാണ് നമ്മൾ എന്ത് ചെയ്യുക, പെർസെൻറ്റേജ് ഓഫ് കംപ്ലീഷൻ കണ്ടുപിടിക്കുക. ഇനി എന്തെങ്കിലും എക്സ്പെക്ടഡ് ലോസ് ഉണ്ട് കോൺട്രാക്റ്റിൽ നിന്നെങ്കിൽ അത് അന്നേരം തന്നെ പ്രൊവൈഡ് ചെയ്യണം. ദെൻ കമ്പ്യൂട്ടേഷൻ എപ്പോഴും നമ്മളുടെ കറന്റ് എസ്റ്റിമേറ്റ് അറ്റ് ദി എൻഡ് ഓഫ് ഈച്ച് റിപ്പോർട്ടിംഗ് പീരീഡ് അതിനെ ബേസ് ചെയ്തായിരിക്കണം, ഇയർ എൻഡിലെ എസ്റ്റിമേറ്റ് ആയിരിക്കണം യൂസ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് പല ഡിസ്ക്ലോഷർ റിക്വയർമെന്റ്സ് നമുക്ക് സ്റ്റാൻഡേർഡിൽ പറയുന്നുണ്ട്. റവന്യൂ റെക്കഗ്നൈസ്ഡ് എത്രയാണ്, കോസ്റ്റ് റെക്കഗ്നൈസ്ഡ് ടിൽ ഡേറ്റ് എത്രയാണ്, അതുപോലെ തന്നെ നമ്മളുടെ മെത്തേഡ് യൂസ് ടു കമ്പ്യൂട്ട് ദി പ്രോഗ്രസ് എന്താണ്, അതുപോലെ റെക്കഗ്നൈസ് പ്രോഫിറ്റ് ലെസ് റെക്കഗ്നൈസ്ഡ് ലോസ് എത്രയുണ്ട്, റീറ്റൻഷൻസ് എത്രയുണ്ട്, പ്രോഗ്രസ് ബില്ലിംഗ് എത്രയുണ്ട്, എമൗണ്ട് ഡ്യൂ ഫ്രം ഓർ ഡ്യൂ ടു കസ്റ്റമർ എത്രയുണ്ട്, ഇതൊക്കെ ഡിസ്ക്ലോഷർ ആയിട്ട് കൊടുക്കാനും സ്റ്റാൻഡേർഡ് പറയുന്നുണ്ട്.
ഇനി ഫസ്റ്റ് ഇയറിൽ ഇങ്ങനെ നമ്മൾ പെർസെൻറ്റേജ് ഓഫ് കംപ്ലീഷൻ ഒക്കെ വെച്ച് അക്കൗണ്ട് ചെയ്തു. സബ്സീക്വന്റ് ഇയേഴ്സിൽ എന്ത് ചെയ്യേണ്ടി വരും? സബ്സീക്വന്റ് ഇയേഴ്സിലേക്ക് വരുമ്പോൾ നമ്മൾ ക്യൂമുലേറ്റീവ് ബേസിസിലാണ് റവന്യൂ റെക്കഗ്നൈസ് ചെയ്യേണ്ടത്. അതായത് ആ ഇയറിന്റെ എൻഡിൽ എത്രയാണ് പെർസെൻറ്റേജ് ഇതുവരെ കംപ്ലീറ്റ് ആയിരിക്കുന്നത് നോക്കുക. അതിന്റെ ബേസിസിൽ എത്ര കോൺട്രാക്ട് റവന്യൂ അന്ന് വരെ റെക്കഗ്നൈസ് ചെയ്യാമെന്ന് കണ്ടുപിടിക്കുക. അതിൽ നിന്ന് കോൺട്രാക്ട് റവന്യൂ റെക്കഗ്നൈസ്ഡ് ഇൻ ഏർലിയർ പീരീഡ് കുറയ്ക്കുക. അപ്പം കറന്റ് പീരിയഡിന്റെ റവന്യൂ കിട്ടും. ആ രീതിയിൽ വേണം ക്യൂമുലേറ്റീവ് ബേസിൽ കറന്റ് എസ്റ്റിമേറ്റ് വെച്ചിട്ട് വേണം സബ്സീക്വന്റ് പീരിയഡിൽ അക്കൗണ്ടിങ് ചെയ്യാനായിട്ട്. ഇനി നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ റവന്യൂ റെക്കഗ്നൈസ് ചെയ്തു എന്നിട്ട് ഒരു അൺസർട്ടനിറ്റി വരുവാണ്, കളക്ട് ചെയ്യാൻ പറ്റില്ലാത്തൊരു സിറ്റുവേഷൻ വന്നാൽ അതൊരിക്കലും റവന്യൂ ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യരുത്. അതിനെ സെപ്പറേറ്റ് എക്സ്പെൻസ് ആയിട്ട്, ബാഡ് ഡെറ്റ്സ് ആയിട്ട്, P&L എക്സ്പെൻസ് ആയിട്ട് കാണിച്ചോണം. ഇനി നമ്മളോട് ഈ സ്റ്റാൻഡേർഡ് സബ്സ്റ്റൻസ് ഓവർ ഫോം കോൺസെപ്റ്റ് ഒക്കെ അപ്ലൈ ചെയ്തുകൊണ്ട് ഒരു 2-3 ഗൈഡൻസ് പറയുവാണ്. ചില സിറ്റുവേഷനിൽ പല കോൺട്രാക്ട് ആയിട്ട് എൻട്രി ചെയ്തേക്കുന്ന സാധനങ്ങൾ കമ്പൈൻ ചെയ്ത് ഒറ്റ കൺസ്ട്രക്ഷൻ കോൺട്രാക്ട് ആയിട്ട് അക്കൗണ്ട് ചെയ്യേണ്ട സിറ്റുവേഷൻ വരാം. ചിലപ്പോൾ ഒരു കോൺട്രാക്ട് ആയിട്ട് എൻട്രി ചെയ്തേക്കുന്ന സ്പ്ലിറ്റ് ചെയ്ത് അക്കൗണ്ട് ചെയ്യേണ്ടി വരാം ബേസ്ഡ് ഓൺ സബ്സ്റ്റൻസ്. അങ്ങനെ ചെയ്യേണ്ട സർക്കംസ്റ്റൻസ് ആണ് അടുത്തത് പറയുന്നത് കമ്പൈനിങ് ഓഫ് കോൺട്രാക്ട്സ്. സോ കമ്പൈനിങ് ഓഫ് കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ എന്താ? പല കോൺട്രാക്ട്സ് ആയിട്ട് എൻട്രി ചെയ്തേക്കുന്നത് ഒറ്റ കോൺട്രാക്ട് ആയിട്ട് അക്കൗണ്ട് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യേണ്ട സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ കോൺട്രാക്ട് ഈ സംഭവങ്ങളെല്ലാം പല കോൺട്രാക്ട് ഒരു സിംഗിൾ പാക്കേജ് ആയിട്ടാണ് നെഗോഷിയേറ്റ് ചെയ്തേക്കുന്നത്. ഓരോന്നും ക്ലോസ്ലി ഇന്റർ റിലേറ്റഡ് ആണ്. അപ്പൊ ആ ഇന്റർ റിലേഷൻ വെച്ച് നമ്മൾ നോക്കി കഴിയുമ്പോൾ ഇതൊരു സിംഗിൾ പ്രോജക്ട് വിത്ത് ഓവറോൾ പ്രോഫിറ്റ് മാർജിന്റെ പാർട്ടാണ് ഓരോ കോൺട്രാക്റ്റും. ആൻഡ് ഈ ഒരു സംഭവങ്ങൾ പെർഫോം ചെയ്യുന്ന കൺകറന്റ്ലി അല്ലെങ്കിൽ ഒരു കണ്ടിന്യൂസ് സീക്വൻസിലുമാണ് എങ്കിൽ ഈ സിറ്റുവേഷനിൽ പല കോൺട്രാക്ട് ആയിട്ട് എൻട്രി ചെയ്തതാണെങ്കിലും ഒറ്റ കോൺട്രാക്ട് ആയിട്ട് അക്കൗണ്ട് ചെയ്യണം. ഇനി സെഗ്മെന്റിംഗ് ഓഫ് കോൺട്രാക്ട് എന്ന് പറയുന്ന ഒരു പ്രൊവിഷൻ കൂടി ഉണ്ട്. അതായത് ഒറ്റ കോൺട്രാക്ട് ആയിട്ട് നമ്മൾ എൻട്രി ചെയ്തേക്കുന്നത് പല കൺസ്ട്രക്ഷൻ കോൺട്രാക്ട് ആയിട്ട് അക്കൗണ്ട് ചെയ്യേണ്ടത് എപ്പോഴാണ്? അപ്പോൾ ഒറ്റ കോൺട്രാക്ട് ആണ് എങ്കിൽ അവിടെയും ഈ 3 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുമ്പോഴാണ്. ഒന്ന്, സെപ്പറേറ്റ് പ്രൊപ്പോസൽസ് റിസീവ് ചെയ്തിട്ടുണ്ടാവണം. ഓരോന്നും സെപ്പറേറ്റ് നെഗോസിയേഷന് സബ്ജക്റ്റഡ് ആയിരിക്കണം. കസ്റ്റമറിനും കോൺട്രാക്ടറിനും ആക്സെപ്റ്റോ റിജക്റ്റോ ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നിരിക്കണം. ആൻഡ് ഓരോന്നിന്റെയും കോസ്റ്റും ഓരോന്നിന്റെയും റവന്യൂവും, അതിനകത്ത് കൺസ്ട്രക്ട് ചെയ്യാൻ പറയുന്ന ഓരോ അസറ്റ് ഓരോന്നിന്റെ റവന്യൂവും നമുക്ക് എന്ത് ചെയ്യാം? സെപ്പറേറ്റ് ആയിട്ട് മെഷർ ചെയ്യാൻ പറ്റാം. അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷൻ ആണെങ്കിൽ നമുക്ക് ഒരു കോൺട്രാക്ട് ആയിട്ട് എൻട്രി ചെയ്തേക്കുന്നതിനെ തന്നെ ഡിവൈഡ് ചെയ്ത് പല കൺസ്ട്രക്ഷൻ കോൺട്രാക്ട് ആയിട്ട് അക്കൗണ്ട് ചെയ്യേണ്ടതായിട്ട് വരാം. അതാണ് സെഗ്മെന്റിംഗ് ഓഫ് കോൺട്രാക്ട്. ഇത് ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരേ പാർട്ടി ആയിട്ടുള്ള കോൺട്രാക്ട്സ് പലത് നമുക്കുണ്ടെങ്കിൽ അതെല്ലാം കൂടി കമ്പൈൻ ചെയ്ത് ഒറ്റ എഗ്രിമെന്റിൽ എഴുതുന്ന സിറ്റുവേഷനിൽ ആ ഒരു രീതിയിലല്ല നമ്മൾ അക്കൗണ്ടിങ് ചെയ്യേണ്ടത്. ഇൻ സബ്സ്റ്റൻസ് എത്ര അസറ്റ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നുണ്ടെന്ന് നോക്കി വേണം. അത് മനസ്സിലാക്കാൻ വേണ്ടിയാണ്, അതിന്റെ ബേസിസിലാണ് ഈ ഒരു സെഗ്മെന്റിംഗ് ക്രൈറ്റീരിയ വന്നിട്ടുള്ളത്. ഇനി ചിലപ്പം നമ്മളുടെ കൺസ്ട്രക്ഷൻ കോൺട്രാക്ട് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അഡീഷണൽ അസറ്റ് ഒക്കെ കൺസ്ട്രക്ട് ചെയ്യാൻ നമ്മളുടെ കസ്റ്റമർ നമ്മളോട് റിക്വസ്റ്റ് ചെയ്യാം. ആ സിറ്റുവേഷനിൽ താഴെ പറയുന്നതിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ അതിനെ സെപ്പറേറ്റ് കൺസ്ട്രക്ഷൻ കോൺട്രാക്ട് ആയിട്ട് അക്കൗണ്ട് ചെയ്യുക. ഒന്ന്, നമ്മൾ ഇപ്പൊ കൺസ്ട്രക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒറിജിനൽ അസറ്റുമായിട്ട് ഡിസൈനിലോ ടെക്നോളജിയിലോ ഫംഗ്ഷനിലോ ഡിഫറെന്റ് ആണ് എങ്കിൽ സെപ്പറേറ്റ് അസറ്റ് ആയിട്ട് അക്കൗണ്ട് ചെയ്യുക. ഇനി ഒറിജിനൽ കോൺട്രാക്ടിന്റെ പ്രൈസുമായിട്ട് ഈ പറയുന്ന കോൺട്രാക്ടിന്റെ പ്രൈസ് നെഗോഷിയേറ്റ് ചെയ്തപ്പം വലിയ ഒരു ഇമ്പാക്ട് ഒന്നും ഇല്ല എങ്കിലും നമ്മൾ സെപ്പറേറ്റ് കോൺട്രാക്ട് ആയിട്ട് അക്കൗണ്ട് ചെയ്യുക. ഇതിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ സെപ്പറേറ്റ് കോൺട്രാക്ട് ആയിട്ട് വേണം. അഡീഷണൽ ആയിട്ട് ഒരു അസറ്റ് വന്നാൽ നമ്മൾ ചെയ്യാനായിട്ട്. ദിസ് ഇസ് യുവർ AS7 ഓൺ കൺസ്ട്രക്ഷൻ കോൺട്രാക്ട്. Then you are having AS9 on revenue recognition. AS9 on revenue recognition ഒരു 4 ട്രാൻസാക്ഷൻസ് മാത്രം ഈ സ്റ്റാൻഡേർഡിന്റെ സ്കോപ്പിൽ ഇല്ല. ഒന്ന്, കൺസ്ട്രക്ഷൻ കോൺട്രാക്റ്റിൽ നിന്നുള്ള റവന്യൂ റെക്കഗ്നിഷൻ. 2, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഗവൺമെന്റ് ഗ്രാന്റിന്റെ അക്കൗണ്ടിംഗ് ട്രീറ്റ്മെന്റ്. 3, ലീസസിന്റെ അക്കൗണ്ടിംഗ് ട്രീറ്റ്മെന്റ്. 4, ഇൻഷുറൻസ് കോൺട്രാക്റ്റിൽ നിന്നുള്ള റവന്യൂ റെക്കഗ്നൈസ് ചെയ്യുന്നത്. ഇതൊഴിച്ച് ബാക്കി എല്ലാ റവന്യൂവും ഇതിലാണ് അക്കൗണ്ട് ചെയ്യുന്നത്. അപ്പൊ റവന്യൂ എന്നുള്ളതിന്റെ മീനിങ് എന്താണെന്ന് മനസ്സിലാക്കണം. ഫസ്റ്റ് ഓഫ് ഓൾ, റവന്യൂ എന്ന് പറയുന്നത് ഇൻകത്തിന്റെ ഒരു സബ്സെറ്റ് ആണ്. ഓർഡിനറി ആക്ടിവിറ്റീസിൽ നിന്നുള്ള ഇൻകത്തിനെയാണ് റവന്യൂ എന്ന് പറയുന്നത്. സോ റവന്യൂവിന്റെ ഡെഫിനിഷൻ ആയിട്ട് സ്റ്റാൻഡേർഡ് പറയുന്നു, ഇറ്റ് ഈസ് ദി ഗ്രോസ് ഇൻഫ്ലോ ഓഫ് ക്യാഷ് റിസീവബിൾ ഓർ അതർ കൺസിഡറേഷൻ arising in the course of ordinary activities of an enterprise. അത് നമ്മളുടെ സെയിൽ ഓഫ് ഗുഡ്സിൽ നിന്നാവാം, റെൻഡറിംഗ് ഓഫ് സർവീസിൽ നിന്നാവാം, യൂസ് ബൈ അതേഴ്സ് ഓഫ് എന്റർപ്രൈസ് റിസോഴ്സ് yielding ഇൻട്രസ്റ്റ്, റോയൽറ്റി ആൻഡ് ഡിവിഡൻഡ് ആവാം. അപ്പൊ ബേസിക്കലി സ്റ്റാൻഡേർഡ് നമ്മൾ നോക്കിയാൽ ഇതിനകത്ത് സെയിൽ ഓഫ് ഗുഡ്സിന്റെ റവന്യൂ റെക്കഗ്നിഷൻ ക്രൈറ്റീരിയ, റെൻഡറിംഗ് ഓഫ് സർവീസിന്റെ റവന്യൂ റെക്കഗ്നിഷൻ ക്രൈറ്റീരിയ, ഇൻട്രസ്റ്റ്, റോയൽറ്റി, ഡിവിഡൻഡ്, ഇത്രയും കാര്യങ്ങളുടെ റവന്യൂ റെക്കഗ്നിഷൻ ക്രൈറ്റീരിയയാണ് ഈ സ്റ്റാൻഡേർഡിൽ നമുക്ക് കാണാൻ പറ്റുക. സോ ഇതിൽ സെയിൽ ഓഫ് ഗുഡ്സിന്റെ കേസിൽ അവർ പറയുന്ന ക്രൈറ്റീരിയ എന്താണ്? ഇവർ പറയുന്നു ലീഗൽ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യണമെന്നില്ല. ഒന്നുകിൽ പ്രോപ്പർട്ടി ഇൻ ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടാവണം, അല്ലെങ്കിൽ സിഗ്നിഫിക്കന്റ് റിസ്ക് ആൻഡ് റിവാർഡ് ഇൻസിഡന്റ് ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടാവണം. സെല്ലറിന്റെ കയ്യിൽ ഇഫക്റ്റീവ് കൺട്രോൾ ഉണ്ടാവാൻ പാടില്ല. അതാണ് ഒന്നാമത്തെ ക്രൈറ്റീരിയ.
രണ്ടാമതായിട്ട് നോ സിഗ്നിഫിക്കന്റ് അൺസർട്ടൺ റിഗാർഡിംഗ് എമൗണ്ട് ഓഫ് കൺസിഡറേഷൻ. ഈ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ സെയിൽ ഓഫ് ഗുഡ്സിൽ നിന്നുള്ള റവന്യൂ റെക്കഗ്നൈസ് ചെയ്യാം. അപ്പം അതിന്റെ ബേസിസിൽ നമ്മൾ ഓരോ കേസ് നോക്കിയേച്ച് ഈ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം. ഫോർ എക്സാമ്പിൾ സെയിൽ ഓൺ അപ്രൂവൽ ബേസിസ് നമ്മൾ വരുവാണെങ്കിൽ കസ്റ്റമർ അത് അക്സെപ്റ്റ് ചെയ്യുമ്പോഴായിരിക്കാം സിഗ്നിഫിക്കന്റ് റിസ്ക് ആൻഡ് റിവാർഡ് ട്രാൻസ്ഫർ ആവുക. കൺസൈൻമെന്റ് സെയിലിൽ ഒരു തേർഡ് പാർട്ടിയുടെ കയ്യിലേക്ക് സെയിൽ ചെയ്യുമ്പോഴായിരിക്കും കൺസൈനറിന്റെ റിസ്ക് ആൻഡ് റിവാർഡ് ഇൻസിഡന്റ് ഓണർഷിപ്പ് ട്രാൻസ്ഫർ ആവുക. അങ്ങനെ ഓരോ സിറ്റുവേഷൻ നോക്കിയേച്ച് വാട്ട് ഇസ് അറ്റ് വിച്ച് പോയിന്റ് ദിസ് റവന്യൂ ക്യാൻ ബി റെക്കഗ്നൈസ്ഡ് അത് നമ്മൾ മനസ്സിലാക്കി വേണം റവന്യൂ റെക്കഗ്നൈസ് ചെയ്യാൻ. ഇനി റെൻഡറിംഗ് ഓഫ് സർവീസ് ആണെങ്കിൽ ആ സർവീസ് പെർഫോം ചെയ്യുന്നതനുസരിച്ച് വേണം റവന്യൂ റെക്കഗ്നൈസ് ചെയ്യാൻ എന്നാണ് പറയുന്നത്. അതിന് രണ്ട് മെത്തേഡ്സ് സ്റ്റാൻഡേർഡ് തരുന്നുണ്ട്. ഒന്ന് പ്രൊപ്പോർഷനേറ്റ് കംപ്ലീഷൻ മെത്തേഡ്. എക്സിക്യൂഷൻ ഓഫ് മോർ ദാൻ വൺ ആക്ട് ആണെങ്കിൽ ഓരോ ആക്ട് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ റവന്യൂ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് യുവർ പ്രൊപ്പോർഷനേറ്റ് കംപ്ലീഷൻ മെത്തേഡ്. സെക്കൻഡ് വൺ ഈസ് കംപ്ലീറ്റഡ് സർവീസ് കോൺട്രാക്ട് മെത്തേഡ്. എക്സിക്യൂഷൻ ഓഫ് സിംഗിൾ ആക്ട് ആണെങ്കിലാണ് ആ ഒരു മെത്തേഡ് നമ്മൾ അപ്ലൈ ചെയ്യുക. ഇനി നമ്മളെ സംബന്ധിച്ചിടത്തോളം അൺസർട്ടനിറ്റി ഇൻ കളക്ഷൻ നമുക്ക് വരുവാണെങ്കിൽ അത് സെയിൽ നടക്കുന്ന സമയത്തോ റെൻഡറിംഗ് ഓഫ് സർവീസിന്റെ സമയത്തോ ആണെങ്കിൽ നമ്മൾ റവന്യൂ റെക്കഗ്നിഷൻ പോസ്റ്റ്പോൺ ചെയ്യണം. അതിനുശേഷം വന്നാൽ നമ്മൾ സെപ്പറേറ്റ് പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യണം, അല്ലാതെ റവന്യൂവിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പാടില്ല. ഇനി സ്റ്റാൻഡേർഡ് പറയുന്നു നമുക്ക് ഇൻട്രസ്റ്റ് ഇൻകം ഉണ്ടെങ്കിൽ അതിനെ ടൈം ബേസിസിൽ വേണം അക്കൗണ്ട് ചെയ്യാൻ. റോയൽറ്റീസ് ഉണ്ടെങ്കിൽ എഗ്രി ടേംസും അക്രൂവൽ ബേസും രണ്ടും കൺസിഡർ ചെയ്തിട്ട് വേണം അക്കൗണ്ട് ചെയ്യാൻ. ഡിവിഡൻഡ് റൈറ്റ് ടു റിസീവ് ഡിവിഡൻഡ് എസ്റ്റാബ്ലിഷ് ആകുമ്പോൾ, അതായത് ഫൈനൽ ഡിവിഡൻഡ് ആണെങ്കിൽ AGM അത് അപ്രൂവ് ആകുമ്പം, അല്ലെങ്കിൽ ഇന്ററിം ഡിവിഡൻഡ് ആണെങ്കിൽ ആ ഒരു സംഭവം ബോർഡിൽ അപ്രൂവ് ആകുമ്പോഴാണ് റൈറ്റ് ടു റിസീവ് ഡിവിഡൻഡ് എസ്റ്റാബ്ലിഷ് ആവുക. ആ ഡേറ്റിൽ നമ്മൾ അതിനെ ഇൻകം റെക്കഗ്നൈസ് ചെയ്യുക. ഇതാണ് AS9 പ്രൊവിഷൻസ്. ഇനി നമുക്ക് ഉള്ള ഒരു സ്റ്റാൻഡേർഡ് AS14 ആണ്. ഇത് നിങ്ങൾ സെപ്പറേറ്റ് ചാപ്റ്റർ ആയിട്ട് അമാൽഗമേഷന്റെ സംഭവം പഠിക്കുന്നതാണ്. സോ അവിടെ നമുക്ക് അമാൽഗമേഷന് രണ്ട് ടൈപ്പ് ആണുള്ളത്. അമാൽഗമേഷൻ ഇൻ ദി നേച്ചർ ഓഫ് മെർജർ, അമാൽഗമേഷൻ ഇൻ ദി നേച്ചർ ഓഫ് പർച്ചേസ്. സോ ജെനുവിൻ മെർജിംഗ് ഓഫ് എന്റിറ്റീസ് ആണ് അമാൽഗമേഷൻ ഇൻ ദി നേച്ചർ ഓഫ് മെർജർ. അപ്പോൾ അതിൽ പൂളിംഗ് ഓഫ് ഇൻട്രസ്റ്റ് മെത്തേഡ് ആണ് പ്രിസ്ക്രൈബ് ചെയ്യുക. ഇനി ട്രാൻസാക്ഷൻസ് അതർ ദാൻ മെർജർ ആണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം പർച്ചേസ് എന്ന് പറയുക. അവിടെ പർച്ചേസ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് ഒരു മെത്തേഡും ഉണ്ട്. സോ ഇതിനു വേണ്ടിയുള്ള നമ്മൾ നോക്കുവാണെങ്കിൽ ഫസ്റ്റ് അവർ പറയുന്നു അമാൽഗമേഷൻ ഇൻ ദി നേച്ചർ ഓഫ് മെർജറിന് ഒരു 5 കണ്ടീഷൻ ഉണ്ട്. ഈ കണ്ടീഷൻസ് മീറ്റ് ചെയ്താൽ ഇറ്റ് ഈസ് എ മെർജർ. ഏതെങ്കിലും ഒരു കണ്ടീഷൻ വയലേറ്റ് ആയാൽ ഇറ്റ് വിൽ ബി പർച്ചേസ്. അതാണ് നമ്മളുടെ സിറ്റുവേഷൻ. സോ കണ്ടീഷൻസ് ഫോർ അമാൽഗമേഷൻ ഇൻ ദി നേച്ചർ ഓഫ് മെർജർ 5 കണ്ടീഷൻ ആണ്. ഒന്ന്, ഓൾ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ഓഫ് ദി ട്രാൻസ്ഫറർ ഷുഡ് ബിക്കം ദി അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ഓഫ് ദി ട്രാൻസ്ഫറി കമ്പനി. ഷെയർ ഹോൾഡേഴ്സ് ഹോൾഡിംഗ് നോട്ട് ലെസ് ദാൻ 90% ഓഫ് ഇക്വിറ്റി ഷെയർസ് വിൽ ബിക്കം ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഇൻ ദി ട്രാൻസ്ഫറി കമ്പനി. The consideration receivable by those equity shareholders is discharged wholly by issue of equity shares in the transferee company, except cash may be paid in respect of fractional shares. Business of the transfer company is intended to be carried on by the transferee company. No adjustment is intended to be made to the book values of assets and liabilities except to ensure uniformity in accounting policies. ഇതാണ് 5 കണ്ടീഷൻസ് ഉള്ളത്. ഈ 5 കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്താൽ ഇറ്റ് വിൽ ബി എ മെർജർ, അതർവൈസ് ഇറ്റ് ഈസ് എ പർച്ചേസ്. അപ്പം ബേസിക്കലി റീവാലുവേഷൻ ഓഫ് അസറ്റ് നമുക്ക് വന്നു. ഏതെങ്കിലും ഒരു അസറ്റ് ടേക്ക് ഓവർ ചെയ്യുന്നില്ല, ഷെയർ ഹോൾഡേഴ്സിന് ഇക്വിറ്റി ഷെയർ അല്ലാത്ത രീതിയിൽ കൺസിഡറേഷൻ കൊടുക്കുന്നു, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ഇക്വിറ്റി ഷെയർ അല്ലാത്ത രീതിയിൽ കൺസിഡറേഷൻ കൊടുക്കുന്നു. അങ്ങനെ എന്തെങ്കിലും ഫാക്ട്സ് നമുക്ക് ക്വസ്റ്റ്യനിലുണ്ടെങ്കിൽ വി ക്യാൻ കൺക്ലൂഡ് ദാറ്റ് ഇറ്റ് ഈസ് നോട്ട് എ മെർജർ. ഇനി ഈ 5 കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലാണ് ഒരു അറേഞ്ച്മെന്റിൽ ദാറ്റ് വിൽ ബി എ മെർജർ. ആ മെർജർ ആണെങ്കിൽ നമ്മൾ പൂളിംഗ് ഓഫ് ഇൻട്രസ്റ്റ് മെത്തേഡ് ആയിരിക്കും അപ്ലൈ ചെയ്യുക. അവിടെ ഓൾ അസറ്റ്സ് ഓൾ ലയബിലിറ്റീസ് വിൽ ബി ടേക്കൺ ഓവർ അറ്റ് ദെയർ ക്യാരിയിങ് എമൗണ്ട്. All reserves will be taken over and identity will be preserved. ഇനി അപ്പോൾ അസറ്റ്സ് ലയബിലിറ്റി റിസർവ് ടേക്ക് ഓവർ ചെയ്തു. ഇനി ബാക്കി അവിടെ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ മാത്രമേ ഉള്ളൂ. സോ ഡിഫറൻസ് ബിറ്റ്വീൻ പർച്ചേസ് കൺസിഡറേഷൻ ആൻഡ് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ആ ഒരു സംഭവം നമ്മൾ എന്ത് ചെയ്യും, റിസർവിൽ അഡ്ജസ്റ്റ് ചെയ്യും. സോ അത് എക്സസ് എമൗണ്ട് ആണെങ്കിലും കുറവാണെങ്കിലും എന്താണ് സിറ്റുവേഷൻ, കൺസിഡറേഷൻ നെറ്റ് അസറ്റ്സ് നമ്മൾ ഡിഫറൻസ് അത് പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും റിസർവിൽ അഡ്ജസ്റ്റ് ചെയ്യും. ഇവിടെ ഗുഡ് വിൽ എന്ന് പറയുന്ന ഒരു സാധനം റെക്കഗ്നൈസ് ചെയ്യുകയില്ല. ഇനി പർച്ചേസ് മെത്തേഡ് എന്ന് പറഞ്ഞൊരു മെത്തേഡ് ഉണ്ട്. അത് അമാൽഗമേഷൻ ഇൻ ദി നേച്ചർ ഓഫ് പർച്ചേസിനാണ്. അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് വിൽ ബി ക്യാരിഡ് ഔട്ട് വിൽ ബി ടേക്കൺ ഓവർ അറ്റ് എഗ്രീഡ് വാല്യൂ. ഇറ്റ് നീഡ് നോട്ട് ബി ദി ബുക്ക് വാല്യൂ. ഇനി റിസർവ്സ് അവിടെ ടേക്ക് ഓവർ ചെയ്യില്ല. ഇനി നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും സ്റ്റാറ്റ്യൂട്ടറി റിസർവ് ഉണ്ടെങ്കിൽ അത് സെപ്പറേറ്റ് ആയിട്ട് ഒരു എൻട്രി അമാൽഗമേഷൻ അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട് ടു സ്റ്റാറ്റ്യൂട്ടറി റിസർവ് എന്ന് പറഞ്ഞ് എൻട്രി പാസ് ചെയ്ത് ടേക്ക് ഓവർ ചെയ്യും. ഇനി ഡിഫറൻസ് ബിറ്റ്വീൻ കൺസിഡറേഷൻ ആൻഡ് നെറ്റ് അസറ്റ്സ് ട്രാൻസ്ഫേർഡ് പോസിറ്റീവ് ആണെങ്കിൽ നമ്മൾ ഗുഡ് വിൽ എടുക്കും, നെഗറ്റീവ് ആണ് ഒരു പ്രോഫിറ്റ് വരുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ ക്യാപിറ്റൽ റിസർവിലേക്കും കൊണ്ടുപോകും. ഇങ്ങനെ റെക്കഗ്നൈസ് ചെയ്യുന്ന ഗുഡ് വിൽ നമ്മൾ 5 വർഷത്തിൽ അമോർട്ടൈസ് ചെയ്യണം അൺലെസ് എ ലോങ്ങർ ഓർ ഷോർട്ടർ പീരിയഡ് ക്യാൻ ബി ജസ്റ്റിഫൈഡ്.
ഇനി ഇതിന്റെ കൺസിഡറേഷൻ കണ്ടുപിടിക്കുമ്പോൾ സ്റ്റാൻഡേർഡ് ഒരു കാര്യം പറയുന്നുണ്ട്, അസസ്മെന്റ് ഇസ് മെയ്ഡ് ഫോർ ഫെയർ വാല്യൂ ഓഫ് കോമ്പണൻസ് ഓഫ് കൺസിഡറേഷൻ. ഓരോ കോമ്പണൻസ് എന്താണോ നമ്മൾ കൊടുത്തേക്കുന്ന കൺസിഡറേഷനിൽ അതിന്റെ ഫെയർ വാല്യൂ വെച്ചിട്ട് വേണം ആ കൺസിഡറേഷന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ. ഇനി നമ്മൾ അഡീഷണൽ പേയ്മെന്റ് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പ്രോബബിൾ ആണ് അമാൽഗമേഷൻ നടക്കുന്ന സമയത്തെങ്കിൽ അതും കൺസിഡറേഷന്റെ വാല്യൂ ആയിട്ട് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം. ദാറ്റ് ഈസ് വാട്ട് യുവർ AS14 സ്റ്റേറ്റ്സ്. ദെൻ നമ്മളുടെ AS17 ഓൺ സെഗ്മെന്റ് റിപ്പോർട്ടിംഗ് ആണ് അടുത്ത സ്റ്റാൻഡേർഡ് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്. സോ ഇതൊരു ഡിസ്ക്ലോഷർ സ്റ്റാൻഡേർഡ് ആണ്. ഫിനാൻഷ്യൽസിൽ ഒരു എൻറ്റിറ്റിക്കുള്ള പല സെഗ്മെന്റ്സോ അതിന്റെ ഇൻഫർമേഷനോട് യൂസേഴ്സിന് റെലവെന്റ് ആയിരിക്കാം. അപ്പോൾ അതുകൂടി കൊടുക്കണമെന്ന് പറയുന്നതാണ്. അപ്പോൾ അത് കൊടുക്കുമ്പോൾ എല്ലാ സെഗ്മെന്റിന്റെ ഇൻഫർമേഷനും കൊടുക്കണ്ട, നമുക്ക് മെറ്റീരിയൽ ആയിട്ടുള്ള ഐറ്റത്തിന് കൊടുത്താൽ മതി. അപ്പം അതിനുവേണ്ടി അവർ റിപ്പോർട്ടബിൾ സെഗ്മെന്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്നു. റിപ്പോർട്ടബിൾ സെഗ്മെന്റ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, ഇറ്റ് ഈസ് എ ബിസിനസ് സെഗ്മെന്റ് ഓർ എ ജിയോഗ്രഫിക്കൽ സെഗ്മെന്റ് ഫോർ വിച്ച് സെഗ്മെന്റ് ഇൻഫർമേഷൻ ഇസ് റിക്വയർഡ് ടു ബി പ്രൊവൈഡഡ്. അപ്പോൾ അതിൽ ബിസിനസ് സെഗ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരു എൻറ്റിറ്റിയുടെ ഡിസ്റ്റിങ്വിഷബിൾ കോമ്പണന്റ് ആവാം. അത് ഒരു ഇൻഡിവിജ്വൽ പ്രോഡക്റ്റോ അല്ലെങ്കിൽ സർവീസോ ഗ്രൂപ്പ് ഓഫ് റിലേറ്റഡ് പ്രോഡക്ട്സോ സർവീസോ ഒക്കെ കൊടുക്കുന്നതായിരിക്കാം. സോ ഇതിനെ പ്രൊവൈഡ് ചെയ്യുന്ന ഗുഡ്സ് ഓർ സർവീസ് അതിന്റെ റിസ്ക് ആൻഡ് റിട്ടേൺ അത് ബാക്കിയുള്ള ബിസിനസ് സെഗ്മെന്റിൽ നിന്ന് ഡിഫറെന്റ് ആയിരിക്കും. അങ്ങനത്തെ ഒരു ഡിസ്റ്റിങ്വിഷബിൾ കോമ്പണന്റ് ആണ് ബിസിനസ് സെഗ്മെന്റ്. ജിയോഗ്രഫിക്കൽ സെഗ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജിയോഗ്രഫിക്കൽ സെഗ്മെന്റ് ഒരു ഡിസ്റ്റിങ്വിഷബിൾ കോമ്പണന്റ് ആണ്. അവര് ഓപ്പറേറ്റ് ചെയ്യുന്ന ഇക്കണോമിക് എൻവറോൺമെന്റിന്റെ റിസ്ക് ആൻഡ് റിട്ടേണും അതുപോലെ തന്നെ ബാക്കി ഇക്കണോമിക് എൻവറോൺമെന്റ് റിസ്ക് ആൻഡ് റിട്ടേണും ഡിഫറെന്റ് ആയിട്ടുള്ള ഡിസ്റ്റിങ്വിഷബിൾ കോമ്പണൻസ് വരുമ്പോൾ അതിനെയാണ് ജിയോഗ്രഫിക്കൽ സെഗ്മെന്റ് എന്നും പറയുക. സോ ബേസിക്കലി റിസ്ക് ആൻഡ് റിട്ടേണിന്റെ ബേസിസിലാണ് നമ്മൾ ഈ ബിസിനസ് സെഗ്മെന്റ് ജിയോഗ്രഫിക്കൽ സെഗ്മെന്റ് ഓരോന്നിനും ഐഡന്റിഫൈ ചെയ്യുക. ഇനി ഇതിൽ നിന്ന് റിപ്പോർട്ടബിൾ ആണോ അല്ലയോ എന്ന് നോക്കാൻ വേണ്ടി നമുക്ക് 3 ക്രൈറ്റീരിയ ആണുള്ളത്. ഒന്ന് സെഗ്മെന്റ് റവന്യൂ ക്രൈറ്റീരിയൻ ഒരെണ്ണമുണ്ട്, സെഗ്മെന്റ് റിസൾട്ട്സ് ക്രൈറ്റീരിയൻ ഒരെണ്ണമുണ്ട്, സെഗ്മെന്റ് അസറ്റ് ക്രൈറ്റീരിയൻ ഒരെണ്ണമുണ്ട്. അതിൽ സെഗ്മെന്റ് റവന്യൂ ക്രൈറ്റീരിയൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ എല്ലാ സെഗ്മെന്റിന്റെയും കൂടി സെഗ്മെന്റ് റവന്യൂവിന്റെ ടോട്ടൽ എടുക്കുക. അത് നമ്മളുടെ ഈ സെഗ്മെന്റിന്റെ റവന്യൂ അതിന്റെ 10% അതിൽ കൂടുതലോ ആണെങ്കിൽ ഈ സെഗ്മെന്റ് റിപ്പോർട്ടബിൾ ആണ്. ഇതിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ മീറ്റ് ചെയ്താൽ മതിയേ. അപ്പം എന്താണ് ടോട്ടൽ റവന്യൂ ഓഫ് ഓൾ സെഗ്മെന്റ്, എല്ലാ സെഗ്മെന്റിനെയും കൂടി സെഗ്മെന്റ് റവന്യൂ എടുക്കുക. അതിന്റെ 10% അതിൽ കൂടുതലോ ആണ് സെഗ്മെന്റ് റവന്യൂ എങ്കിൽ ദാറ്റ് ഈസ് എ റിപ്പോർട്ടബിൾ സെഗ്മെന്റ്. രണ്ടാമത്തെ സെഗ്മെന്റ് റിസൾട്ടിന്റെ ബേസിലുള്ള ഒരു ക്രൈറ്റീരിയൻ ആണ്. അവിടെ പറയുന്നു നമ്മളെ സംബന്ധിച്ചിടത്തോളം സെഗ്മെന്റ് റിസൾട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെഗ്മെന്റ് റവന്യൂ മൈനസ് സെഗ്മെന്റ് എക്സ്പെൻസ് ആണ്. അത് പ്രോഫിറ്റോ ആവാം ലോസോ ആവാം. അപ്പൊ എന്ത് ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രോഫിറ്റ് ഉള്ള എല്ലാ സെഗ്മെന്റിന്റെയും കൂടി കമ്പൈൻ റിസൾട്ട്സ് എടുക്കണം, ലോസ് ഉള്ള എല്ലാ സെഗ്മെന്റിന്റെയും കൂടി കമ്പൈൻ റിസൾട്ട്സ് എടുക്കണം. അതിൽ ഏതാണോ അബ്സല്യൂട്ട് ടേംസിൽ ഗ്രേറ്റർ അതിന്റെ 10% എടുക്കുക. ആ വാല്യൂവിന്റെ 10% അതിൽ കൂടുതലോ ആണ് നമ്മളുടെ സെഗ്മെന്റ് റിസൾട്ട്. അത് പ്രോഫിറ്റ് ആയിക്കോട്ടെ ലോസ് ആയിക്കോട്ടെ എങ്കിൽ ദാറ്റ് ഈസ് ഓൾസോ എ റിപ്പോർട്ടബിൾ സെഗ്മെന്റ്. ഇനി മൂന്നാമത്തെയാണ് സെഗ്മെന്റ് അസറ്റ് ക്രൈറ്റീരിയൻ. സെഗ്മെന്റ് അസറ്റ് ക്രൈറ്റീരിയൻ വരുമ്പോൾ അവർ പറയുന്നു സെഗ്മെന്റ് അസറ്റ്സ് ടോട്ടൽ സെഗ്മെന്റ് അസറ്റ്സിന്റെ 10% അതിൽ കൂടുതലോ, എല്ലാ സെഗ്മെന്റിന്റെയും കൂടി അസറ്റ്സിന്റെ 10% അതിൽ കൂടുതലോ നമ്മളുടെ ഒരു സെഗ്മെന്റിന്റെ സെഗ്മെന്റ് അസറ്റ്സ് വന്നാൽ ആ സിറ്റുവേഷനിലും അതൊരു റിപ്പോർട്ടബിൾ സെഗ്മെന്റ് ആണ്. ഈ 3 കണ്ടീഷൻ നമ്മൾ ഇവാലുവേറ്റ് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു കണ്ടീഷൻ മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ സെഗ്മെന്റ് എല്ലാം റിപ്പോർട്ടബിൾ ആയി. ഇനി ഈ റിപ്പോർട്ടബിൾ സെഗ്മെന്റ് ഐഡന്റിഫൈ ചെയ്തതിന് ശേഷം നമ്മളുടെ റിപ്പോർട്ടബിൾ സെഗ്മെന്റ്സിന്റെ എക്സ്റ്റേണൽ റവന്യൂവിന്റെ ടോട്ടൽ എടുക്കണം. നമ്മളുടെ സെഗ്മെന്റ് റവന്യൂവിൽ ഇന്റേണൽ റവന്യൂ എക്സ്റ്റേണൽ റവന്യൂ എല്ലാം കൺസിഡർ ചെയ്യുമായിരുന്നു. ഇനി അഡീഷണൽ ആയിട്ടൊരു കണ്ടീഷൻ പറയുവാണ് എക്സ്റ്റേണൽ റവന്യൂ റിപ്പോർട്ടബിൾ സെഗ്മെന്റ്സിന്റെ എല്ലാത്തിന്റെയും കൂടി എടുക്കണം. ആ ടോട്ടൽ വാല്യൂ എന്റർപ്രൈസ് റവന്യൂവിന്റെ 75% അതിൽ കൂടുതലോ വരണം. ഇല്ലെങ്കിൽ എക്സ്റ്റേണൽ റവന്യൂ കൂടുതലുള്ള വേറെയും സെഗ്മെന്റ്സ് നമ്മൾ എന്താക്കണം, റിപ്പോർട്ടബിൾ സെഗ്മെന്റ് ആക്കണം. ഇതാണ് സെഗ്മെന്റ് റിപ്പോർട്ടിംഗിൽ പറയുന്നത്. ഇനി സെഗ്മെന്റ് റിപ്പോർട്ടിംഗ് നടത്തുമ്പോൾ നമ്മളുടെ സെഗ്മെന്റ് അക്കൗണ്ടിംഗ് പോളിസീസ് നമ്മളുടെ എന്റർപ്രൈസ് പോളിസി ആയിട്ട് എന്ത് ചെയ്യണം, കൺസെൻസസിലായിരിക്കണം. ഇനി അതിൽ ഇല്ലാത്തൊരു പോളിസി നമ്മൾ അപ്ലൈ ചെയ്യുവാണെങ്കിൽ മാനേജ്മെന്റ് ഡിസിഷൻ മേക്കിങ്ങിന് അതാണ് ഉപയോഗിക്കുന്നത്. അത് കൺസിസ്റ്റന്റ്ലി അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്കത് ഉപയോഗിക്കാം. ദാറ്റ് ഈസ് യുവർ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 17 സ്റ്റേറ്റ്സ്. ഇനി അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 18 റിലേറ്റഡ് പാർട്ടി ഡിസ്ക്ലോഷർ നോക്കിയിട്ടുണ്ടെങ്കിൽ പല റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻസും റിലേഷൻഷിപ്സും നമുക്ക് റെലവെന്റ് ആണ് യൂസേഴ്സിന് ഡിസിഷൻസ് എടുക്കാൻ. അതുകൊണ്ട് യൂസേഴ്സ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന് റെലവെന്റ് ഇൻഫർമേഷൻ കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെയൊരു സ്റ്റാൻഡേർഡ് നമുക്ക് തന്നേക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ആദ്യം നമ്മൾ ആരൊക്കെയാണ് റിലേറ്റഡ് പാർട്ടി എന്നും എന്തൊക്കെ ഡിസ്ക്ലോഷർ റിക്വയർമെന്റ്സ് വേണമെന്നുമാണ് നമ്മൾ നോക്കേണ്ടത്. സോ ഹൂ ഈസ് എ റിലേറ്റഡ് പാർട്ടി? പാർട്ടി റിലേറ്റഡ് ആണ് എന്ന് പറയുന്നത് അറ്റ് എനി ടൈം ഡ്യൂറിംഗ് ദ റിപ്പോർട്ടിംഗ് പീരീഡ്. At any time during the reporting period, one party has the ability to control the other party or exercise significant influence over the other party in making financial and or operating decisions. അന്നേരമാണ് റിലേറ്റഡ് പാർട്ടി എന്ന് പറയുക. അപ്പം ഏതെങ്കിലും ഒരു പോയിന്റിൽ ഈ വർഷത്തിൽ നമ്മൾ റിലേറ്റഡ് പാർട്ടി ആയാൽ റിലേറ്റഡ് പാർട്ടി ഡിസ്ക്ലോഷറിനകത്ത് കവേർഡ് ആവും. ഇനി ഈ സ്റ്റാൻഡേർഡ് ഒരു 5 ടൈപ്പ് ഓഫ് റിലേഷൻഷിപ്സ് ആണ് കവർ ചെയ്യുന്നത്. ആ 5 റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ ഒന്ന്
enterprises that directly or indirectly through one or more intermediaries control or are controlled by or are in control common control with the reporting enterprise എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഹോൾഡിംഗ് സബ്സിഡറി ആൻഡ് ഫെലോ സബ്സിഡറി റിലേഷൻഷിപ്സ് ആണ് ഈ പറയുന്ന ഫസ്റ്റ് ഐറ്റത്തിനകത്ത് കവേർഡ് ആവുക. രണ്ടാമത് അസോസിയേറ്റ്സും ജോയിന്റ് വെഞ്ചേഴ്സ് ഓഫ് ദി റിപ്പോർട്ടിംഗ് എൻറ്റിറ്റി ആൻഡ് ദെയർ ഇൻവെസ്റ്റിംഗ് പാർട്ടി ഓർ വെഞ്ചുറർ, അങ്ങനത്തെ റിലേഷൻഷിപ്പ്. അസോസിയേറ്റും അവരുടെ ഇൻവെസ്റ്റിംഗ് പാർട്ടിയും അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും റിലേറ്റഡ് ആണ്. ജോയിന്റ് വെഞ്ചറും അതിലെ വെഞ്ചുററും ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും റിലേറ്റഡ് ആണ്. അതാണ് രണ്ടാമത്തെ റിലേഷൻഷിപ്പ്. മൂന്നാമത്തെയാണ് ഇൻഡിവിജ്വൽസ് ഓണിംഗ് ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി ഹാവിംഗ് കൺട്രോൾ ഓർ സിഗ്നിഫിക്കന്റ് ഇൻഫ്ലുവൻസ് ഓവർ ദി എന്റർപ്രൈസ് ആൻഡ് റിലേറ്റീവ്സ് ഓഫ് സച്ച് ഇൻഡിവിജ്വൽസ്. സോ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരു ഒറ്റ പാർട്ടിക്ക് 50% കൂടുതൽ നമ്മളുടെ ഷെയർ ഹോൾഡിംഗ് ഉണ്ട്, അല്ലെങ്കിൽ 20% കൂടുതൽ ഷെയർ ഹോൾഡിംഗ് ഉണ്ടെങ്കിൽ അവർ റിലേറ്റഡ് പാർട്ടിയാണ്, അവരുടെ റിലേറ്റീവ്സും റിലേറ്റഡ് പാർട്ടിയാണ്. ഇനി നമ്മളുടെ കീ മാനേജർ പേഴ്സണലും അവരുടെ റിലേറ്റീവ്സും അവരും എന്താണ് റിലേറ്റഡ് പാർട്ടിയാണ്. ഇനി ഈ മൂന്നാമത്തെ ഇതിലോ നാലാമത്തേതിലോ പറയുന്ന ആൾക്കാർ അവർക്ക് സിഗ്നിഫിക്കന്റ് ഇൻഫ്ലുവൻസോ കൺട്രോളോ ഉള്ള എന്റർപ്രൈസസും ഈ ഒരു റിലേറ്റഡ് പാർട്ടി എന്നുള്ള ഡെഫിനേഷനകത്ത് പെടും. ഇനി ആരൊക്കെയാണ് റിലേറ്റഡ് പാർട്ടി അല്ലാത്തതെന്ന് കൂടി നമുക്ക് നോക്കണം. റിലേറ്റഡ് പാർട്ടി അല്ലാത്തതിനകത്ത് പറയുന്നു, രണ്ട് കമ്പനിയിൽ കോമൺ ഡയറക്ടർ ഉണ്ട് എന്ന് പറഞ്ഞ് നേരെ റിലേറ്റഡ് പാർട്ടി ആവില്ല ആ കമ്പനീസ് രണ്ടും. Unless in both companies this director can exercise their significant influence, അവരുടെ മ്യൂച്വൽ ഡീലിംഗ്സിൽ അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അഫക്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ റിലേറ്റഡ് പാർട്ടിയാണ്, അല്ലെങ്കിൽ റിലേറ്റഡ് പാർട്ടി അല്ല. ഇനി നമുക്കൊരു സിംഗിൾ കസ്റ്റമർ, സപ്ലയർ, ഫ്രാഞ്ചൈസർ, ഡിസ്ട്രിബ്യൂട്ടർ ഒക്കെ ഉണ്ട്. അവരുമായിട്ട് നമുക്ക് സിഗ്നിഫിക്കന്റ് വോളിയൂം ഓഫ് ബിസിനസ് ഉണ്ട്. നമ്മളുടെ 80% ഓഫ് ബിസിനസ് അല്ലെങ്കിൽ 90% ഓഫ് ബിസിനസ് ഒക്കെ അവരുമായിട്ടാണ്. സോ ആ ഒരു സംഭവം കൊണ്ട് നമുക്കൊരു ഇക്കണോമിക് ഡിപ്പെൻഡൻസ് വരുന്നു. ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉള്ളത് കൊണ്ട് നമ്മൾ ഒരിക്കലും ആ ഒരു റിലേറ്റഡ് പാർട്ടി ആക്കരുത്. ഇനി നമ്മളുടെ ബാങ്ക്, പ്രൊവൈഡേഴ്സ് ഓഫ് ഫിനാൻസ്, ട്രേഡ് യൂണിയൻ, ഗവൺമെന്റ്, ഇവരൊക്കെ അവരുടെ നോർമൽ ഡീലിംഗ്സിൽ നമ്മളുടെ ഡിസിഷൻസിനെ അഫക്ട് ചെയ്യുന്നുണ്ടെങ്കിലും അവരെയും റിലേറ്റഡ് പാർട്ടി ആയിട്ട് കൺസിഡർ ചെയ്യരുത്. ഇനി റിലേറ്റഡ് പാർട്ടി ഡിസ്ക്ലോഷേഴ്സ് കൊടുക്കുമ്പോൾ എന്തൊക്കെയാണ് നമ്മളുടെ ഡിസ്ക്ലോഷർ കൊടുക്കേണ്ടത്? അപ്പൊ ട്രാൻസാക്ഷൻ ഒന്നും ഇല്ലെങ്കിൽ ഡിസ്ക്ലോഷർ കൊടുക്കേണ്ട ഒരു സിനേരിയോ എന്ന് പറഞ്ഞാൽ, നമ്മളെ ആരെങ്കിലും കൺട്രോൾ ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മൾ കൺട്രോൾ ചെയ്ത എൻറ്റിറ്റീസ് ഉണ്ടെങ്കിൽ ആ കൺട്രോൾ ചെയ്യുന്ന നമ്മളുടെ ആ ഒരു റിലേറ്റഡ് പാർട്ടിയുടെ പേരും നേച്ചർ ഓഫ് റിലേഷൻഷിപ്പും രണ്ടും കൊടുക്കണം. ഇനി നമ്മളെ സംബന്ധിച്ചിടത്തോളം ബാക്കിയുള്ള റിലേഷൻഷിപ്സിനൊക്കെ ട്രാൻസാക്ഷൻ ഉണ്ടെങ്കിൽ മാത്രം ഡിസ്ക്ലോഷർ മതി. ട്രാൻസാക്ഷൻ ഉണ്ടെങ്കിൽ നമ്മൾ താഴെ പറയുന്ന ഇത്രയും ഡിസ്ക്ലോഷേഴ്സ് കൊടുക്കണം. ഏതൊക്കെയാണ്? Name of the transacting party, description of relationship between parties, description of nature of transaction, volume of transaction either as amount or appropriate proportion, amount or appropriate proportion of outstanding item and any provision created on such item, written off or write back during this period or any other information required. So basically ആദ്യം ആരാണെന്ന് കൊടുക്കണം, അതിനുശേഷം അവരുമായിട്ട് റിലേഷൻഷിപ്പ് എന്താണെന്ന് കൊടുക്കണം, നേച്ചർ ഓഫ് ട്രാൻസാക്ഷൻ എന്താണെന്ന് കൊടുക്കണം, എത്ര രൂപയുടെ ട്രാൻസാക്ഷൻ നടന്നു എന്നുള്ളത് കൊടുക്കണം, ഇനി എത്ര ഔട്ട്സ്റ്റാൻഡിംഗ് ബാലൻസ് ഉണ്ട്, അതിൽ പ്രൊവിഷൻ എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കണം, ഇനി അതിന്റെ റിലേറ്റഡ് ആയിട്ട് P&Lലേക്ക് എന്തെങ്കിലും റൈറ്റ് ഓഫ് റൈറ്റ് ബാക്കോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കാണിക്കണം, ഇനി ഇത് അല്ലാതെ എന്തെങ്കിലും അഡീഷണൽ ഇൻഫർമേഷൻ വേണമെങ്കിൽ അതും കാണിക്കണം. ഇതാണ് നമ്മുടെ AS 18 പറയുന്നത്. ഇനി AS 19 ഏറ്റവും കോൺസെപ്ഷ്യൽ ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് ആണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ AS വരുമ്പോഴത്തേനും. അപ്പൊ AS 19 ലീസസ്, ഈ സ്റ്റാൻഡേർഡിൽ നമ്മൾ ഇതിനൊരു 4-5 പാർട്ടായിട്ടാണ് നോക്കുക. ആദ്യം ഇതിന്റെ ബേസിക് കോൺസെപ്റ്റ്, അതിൽ ഫസ്റ്റ് നമ്മൾ മീനിങ് ഓഫ് ലീസ് നോക്കുവാണ്. ലീസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ആൻ എഗ്രിമെന്റ് വെയറിൻ ലെസർ കൺവേസ് ടു ദി ലെസി ഇൻ റിട്ടേൺ ഫോർ എ പേയ്മെന്റ് റൈറ്റ് ടു യൂസ് ആൻ അസെറ്റ് ഫോർ ആൻ എഗ്രീഡ് പീരീഡ് ഓഫ് ടൈം. ഇതിനെയാണ് നമ്മൾ ലീസ് എന്ന് പറയുക. ലീസിന് നമ്മൾ 2 ക്ലാസിഫിക്കേഷൻ ഉണ്ട് ASല്, ഫിനാൻസ് ലീസ് ആൻഡ് ഓപ്പറേറ്റിംഗ് ലീസ്. ഫിനാൻസ് ലീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലീസ് ഇൻ വിച്ച് substantially all risk and reward incident to ownership is getting transferred to lessee, അങ്ങനത്തെ ലീസ് ആണ്. അപ്പം ബേസിക്കലി അതൊരു ഫിനാൻസിങ് അറേഞ്ച്മെന്റ് ആണ്. നമ്മൾ ആക്ച്വലി സെല്ല് ചെയ്തേച്ച് അവർക്ക് ഡെഫേർഡ് സെറ്റിൽമെന്റ് ഓഫർ ചെയ്തേക്കുന്നതാണ്, ഹയർ പർച്ചേസ് പോലുള്ള അറേഞ്ച്മെന്റ് ആണ്. അപ്പം അങ്ങനത്തെ ലീസസിനെ നമ്മൾ എന്ത് ചെയ്യണം, അതിന്റെ സബ്സ്റ്റൻസ് അനുസരിച്ച് അക്കൗണ്ട് ചെയ്യണം. ഇനി ഈ ഒരു ലീസ് വരുമ്പോൾ ടൈറ്റിൽ മേ ഓർ മേ നോട്ട് ഇവൻച്വലി ബി ട്രാൻസ്ഫേർഡ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം. ടൈറ്റിൽ ട്രാൻസ്ഫർ ആവണം, ഓണർഷിപ്പ് ട്രാൻസ്ഫർ ആവണം നിർബന്ധം ഒന്നുമില്ല ഫിനാൻസ് ലീസിന്. അപ്പൊ ഫിനാൻസ് ലീസിന് സബ്സ്റ്റാൻഷ്യലി ഓൾ റിസ്ക് ആൻഡ് റിവാർഡ് ഇൻസിഡന്റ് ടു ഓണർഷിപ്പ് ആണ് ട്രാൻസ്ഫർ ആവേണ്ടത്. അപ്പൊ അത് കണ്ടുപിടിക്കാൻ വേണ്ടി സ്റ്റാൻഡേർഡ് കുറച്ച് കണ്ടീഷൻസ് ഒക്കെ തരുന്നുണ്ട്. അപ്പൊ സ്റ്റാൻഡേർഡ് തന്നിരിക്കുന്ന കണ്ടീഷൻസിനെ ഞാൻ 2 ആയിട്ട് തിരിക്കുവാണ്. ഒന്ന് ഡിറ്റർമിനിസ്റ്റിക് കണ്ടീഷൻ, അതായത് ഒരു 5 കണ്ടീഷൻ തന്നിട്ടുണ്ട്, അതിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ ഇറ്റ് വിൽ ബി ഫിനാൻസ് ലീസ്. സോ അങ്ങനത്തെ കണ്ടീഷൻസ് ആണ് നമ്മൾ നോക്കുക. സോ ആ കണ്ടീഷൻസ് 5 എണ്ണം ഇതാണ്. ഒന്ന്, ഓണർഷിപ്പ് ലീസ് ടേം കഴിയുമ്പോൾ ഓണർഷിപ്പ് ലെസിക്ക് ട്രാൻസ്ഫർ ആവുന്നു, അങ്ങനെയാണെങ്കിൽ അത് ഫിനാൻസ് ലീസ് ആണ്. അല്ലെങ്കിൽ ലീസ് ടേം കഴിയുമ്പം ലെസിക്ക് ഇത് പർച്ചേസ് ചെയ്യാൻ വേണ്ടി ഒരു ഓപ്ഷൻ ഉണ്ട്. ആ പർച്ചേസ് ഓപ്ഷൻ കൊടുത്തേക്കുന്നത് എന്താണോ ലീസ് ടേം കഴിയുമ്പോൾ ഉള്ള അതിന്റെ ഫെയർ വാല്യൂ, അതിൽ നിന്നും സഫീഷ്യന്റ്ലി ലോവർ ആയിട്ടുള്ള ഒരു പ്രൈസിലാണ്.
ലെസി ഈ ഒരു ഓപ്ഷൻ എക്സസൈസ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പം ഇറ്റ് ഈസ് ആസ് ഗുഡ് ആസ് ഫസ്റ്റ് തിങ്. അതെ, അപ്പൊ ഫസ്റ്റിലത്തേതിനകത്ത് ക്യാഷ് ഒന്നും അവസാനം കിട്ടുന്നില്ല, സെക്കൻഡിലതിനകത്ത് ഒരു കൺസിഡറേഷൻ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. സോ ഈ രണ്ട് കേസ് ആണെങ്കിൽ ഓണർഷിപ്പ് അറ്റ് ദി എൻഡ് ട്രാൻസ്ഫർ ആവും, അങ്ങനെയാണെങ്കിൽ ഫിനാൻസ് ലീസ് ആയി. ഇനി മൂന്നാമത്തെയാണ് ലീസ് ടേം കവേഴ്സ് മേജർ പാർട്ട് ഓഫ് ഇക്കണോമിക് ലൈഫ് ഓഫ് അസെറ്റ് ഈവൻ ഇഫ് ടൈറ്റിൽ ഇസ് നോട്ട് ട്രാൻസ്ഫേർഡ്. മേജർ പാർട്ട് ഓഫ് ഇക്കണോമിക് ലൈഫ് അസെറ്റ് ലെസിയുടെ കയ്യിലാണെങ്കിൽ ഒരു 85%, 90% അതിന് മുകളിലേക്കുള്ള യൂസ്ഫുൾ ലൈഫ് ലെസിയുടെ കയ്യിൽ തന്നെയാണ് ഈ അസെറ്റ് ഇരിക്കുന്നതെങ്കിൽ ദാറ്റ് ഇസ് എ ഫിനാൻസ് ലീസ്. ഇനി അടുത്തതാണ് അറ്റ് ദി ഇൻസെപ്ഷൻ ഓഫ് ലീസ് പ്രസന്റ് വാല്യൂ ഓഫ് മിനിമം ലീസ് പേയ്മെന്റ്സ് എമൗണ്ട്സ് അറ്റ്ലീസ്റ്റ് ടു സബ്സ്റ്റാൻഷ്യലി ഓൾ ഓഫ് ഫെയർ വാല്യൂ ഓഫ് അസെറ്റ്. അപ്പൊ എന്താണ്, നമ്മുടെ ടൈം വാല്യൂ ഓഫ് മണി ഫാക്ടറിന് കൊടുക്കുന്ന റിട്ടേൺ ആണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇൻട്രസ്റ്റ് എന്ന് പറയുക. സോ ഇൻട്രസ്റ്റ് കോമ്പോണന്റിനെ നമ്മൾ എലിമിനേറ്റ് ചെയ്തിട്ട് പ്രിൻസിപ്പൽ കോമ്പോണന്റ് കണ്ടുപിടിക്കുന്നതിനാണ് പ്രസന്റ് വാല്യൂയിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യുക. സോ അങ്ങനെ നമ്മൾ നമ്മളുടെ ലീസ് പേയ്മെന്റ്സിനെ പ്രസന്റ് വാല്യൂയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഫെയർ വാല്യൂ ഓഫ് അസെറ്റിന്റെ ഈക്വലന്റ് വരുന്നുണ്ടെങ്കിൽ ഈ അസെറ്റിന്റെ കോസ്റ്റ് എലോങ് വിത്ത് ഇൻട്രസ്റ്റ് അതാണ് അവിടെ കളക്ട് ചെയ്യപ്പെടുന്നത് ത്രൂ ലീസ് റെന്റൽസ്. അതാണെങ്കിലും ഫിനാൻസ് ലീസ് ആണ്. ഇനി അസെറ്റ് ഒരു സ്പെഷ്യലൈസ്ഡ് നേച്ചറിലുള്ളതാണ്, ഓൺലി ലെസി ക്യാൻ യൂസ് ഇറ്റ് വിത്തൗട്ട് മേജർ മോഡിഫിക്കേഷൻ ബീങ് മെയ്ഡ്, അങ്ങനെയാണെങ്കിൽ ദാറ്റ് വിൽ ബി എ ഫിനാൻസ് ലീസ്. ഇനി നമ്മളെ സംബന്ധിച്ചിടത്തോളം സജസ്റ്റീവ് കണ്ടീഷൻ എന്ന് പറഞ്ഞ് സ്റ്റാൻഡേർഡ് ഒരു 3 കണ്ടീഷൻ തരുന്നുണ്ട്. ഈ കണ്ടീഷൻസിന്റെ നേച്ചർ എന്താണ്? ഇത് ഫിനാൻസ് ലീസ് ആയേക്കാം എന്ന് ഇൻഡിക്കേഷൻ തരുന്ന കണ്ടീഷൻസ് ആണ്. ഫാക്ട്സ് ആൻഡ് സർക്കംസ്റ്റൻസ് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് ഇവാലുവേറ്റ് ചെയ്യണം എന്നൊരു കോഷൻ തരുവാണ് ചെയ്യുക. അപ്പോൾ ആ കണ്ടീഷൻസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, ലെസിക്ക് ലീസ് ക്യാൻസൽ ചെയ്യുമ്പം ലെസറിന് എന്തെങ്കിലും ലോസ് വന്നാൽ അത് ലെസി ബോൺ ചെയ്യണം എന്ന് പറയുന്നു. അല്ലെങ്കിൽ റെസിജ്വൽ വാല്യൂ, ഫെയർ വാല്യൂ ഓഫ് അസെറ്റ്, അതിൽ വരുന്ന ഫ്ലക്ച്വേഷൻ, ഗെയിൻ ആയാലും ലോസ് ആയാലും അതിന്റെ ഇമ്പാക്ട് ലെസിയിലാണെന്ന് പറയുന്നു. അല്ലെങ്കിൽ ലെസിക്ക് ഒരു സെക്കൻഡറി പീരിയഡിലേക്ക് സബ്സ്റ്റാൻഷ്യലി ലോവർ ദാൻ മാർക്കറ്റ് റേറ്റിലെ ഈ ലീസ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നു. ഇങ്ങനത്തെ സിറ്റുവേഷൻ ഒക്കെ ആണെങ്കിൽ ഇത് ഫിനാൻസ് ലീസ് ആയേക്കാം എന്നൊരു ഇൻഡിക്കേഷൻ ആണ്. ഇനി ഒരു ലീസ് ഫിനാൻസ് ലീസ് അല്ലെങ്കിൽ അങ്ങനത്തെ ലീസസിനെയാണ് ഓപ്പറേറ്റിംഗ് ലീസ് എന്ന് സ്റ്റാൻഡേർഡ് പറയുന്നത്. ഇനി രണ്ടാമത്തെയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം രണ്ടാമത്തെ പാർട്ടാണ് ഫിനാൻസ് ലീസ് ഒരു ലെസർ എങ്ങനെ അക്കൗണ്ട് ചെയ്യാം. ഫിനാൻസ് ലീസ് ഒരു ലെസറിന് അക്കൗണ്ട് ചെയ്യേണ്ടത് ആ അസെറ്റ് സെല്ല് ചെയ്തതായിട്ടാണ്, പേയ്മെന്റ് ഡെഫർ ചെയ്തു. അപ്പം എന്ത് ചെയ്യണം? റിസീവബിൾ അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ് അങ്ങനെ, അല്ലെങ്കിൽ റിസീവബിൾ അക്കൗണ്ട് ഡെറ്റർ ടു അസെറ്റ് അങ്ങനെ ജേർണൽ എൻട്രി പാസ് ചെയ്യണം. ഇനി റിസീവബിൾ ക്രിയേറ്റ് ചെയ്യേണ്ടത് നെറ്റ് ഇൻവെസ്റ്റ്മെന്റ് ഇൻ ലീസ് എന്ന് പറയുന്ന വാല്യൂലായിരിക്കണം. ഇനി പേയ്മെന്റ് ഡെഫർ ചെയ്തതുകൊണ്ട് അവിടെ ഇൻട്രസ്റ്റ് ഇൻകം ഓരോ വർഷവും ഇൻകം ആയിട്ട് അക്കൗണ്ട് ചെയ്യണം. ഇനി ലീസ് പേയ്മെന്റ് കിട്ടുന്നത് ഈ പറയുന്ന റിസീവബിളിന് അഗെയിൻസ്റ്റ് ഉള്ള റെസിപ്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യണം. അങ്ങനെ വേണം നമ്മളുടെ അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് വരാൻ വേണ്ടി. അപ്പൊ ഇതിനെ നമ്മൾ നെറ്റ് ഇൻവെസ്റ്റ്മെന്റ് ഇൻ ലീസിലാണ് സെയിൽ അക്കൗണ്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. നെറ്റ് ഇൻവെസ്റ്റ്മെന്റ് ഇൻ ലീസ് ഇസ് നത്തിങ് ബട്ട് ഗ്രോസ് ഇൻവെസ്റ്റ്മെന്റ് ഇൻ ലീസ് മൈനസ് അൺഏൺഡ് ഫിനാൻസ് ഇൻകം. ഇനി ഇതിൽ ഗ്രോസ് ഇൻവെസ്റ്റ്മെന്റ് ഇൻ ലീസ് എന്ന് പറഞ്ഞാൽ മിനിമം ലീസ് പേയ്മെന്റ്സ്, അതായത് നോർമൽ ലീസ് പേയ്മെന്റ്സും ഗ്യാരണ്ടീഡ് റെസിജ്വൽ വാല്യൂയും കൂടി ചേരുന്നതാണ് മിനിമം ലീസ് പേയ്മെന്റ്സ്. അതും അൺഗ്യാരണ്ടീഡ് റെസിജ്വൽ വാല്യൂ കൂടി ചേരുന്നതാണ് ഗ്രോസ് ഇൻവെസ്റ്റ്മെന്റ് ഇൻ ലീസ്. ദിസ് ഇസ് ദി മാക്സിമം എമൗണ്ട് ദിസ് ലെസർ ക്യാൻ എക്സ്പെക്ട് ഫ്രം ദിസ് ലീസ്. അതിൽ നിന്ന് അൺഏൺഡ് ഫിനാൻസ് ഇൻകം കുറയ്ക്കുന്നതാണ് ഗ്രോസ് ഇൻവെസ്റ്റ്മെന്റ് ഇൻ ലീസ്. സോ അൺഏൺഡ് ഫിനാൻസ് ഇൻകം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഗ്രോസ് ഇൻവെസ്റ്റ്മെന്റ് ഇൻ ലീസ് ലെസ് ഫെയർ വാല്യൂ ഓഫ് അസെറ്റ് ആണ്. ഈ ഫെയർ വാല്യൂ ഓഫ് അസെറ്റ് പ്രസന്റ് വാല്യൂ ഓഫ് മിനിമം ലീസ് പേയ്മെന്റ്സും അൺഗ്യാരണ്ടീഡ് റെസിജ്വൽ വാല്യൂ ഇംപ്ലിസിറ്റ് റേറ്റ് ഓഫ് റിട്ടേണിൽ എടുത്തതായിരിക്കും. ഇനി നമ്മൾ ഇത് അക്കൗണ്ട് ചെയ്യുമ്പോൾ ഈ ഇംപ്ലിസിറ്റ് റേറ്റ് ഓഫ് റിട്ടേൺ എന്താണോ അത് വെച്ചിട്ടാണ് നമ്മൾ ഇൻട്രസ്റ്റും കാര്യങ്ങളും ഒക്കെ പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഇതാണ് ഫിനാൻസ് ലീസ് ഇൻ ദി ബുക്സ് ഓഫ് ലെസർ. ഇനി ഫിനാൻസ് ലീസ് ഇൻ ദി ബുക്സ് ഓഫ് ലെസിക്ക് വേണ്ടി എന്താ ചെയ്യേണ്ടത്? ലെസി ഒരു ഹയർ പർച്ചേസിൽ എന്നതുപോലെ ദേ ഷുഡ് അക്കൗണ്ട് ഇറ്റ് ആസ് എ പർച്ചേസ് ഓഫ് അസെറ്റ്, ഈക്വലന്റ് ലയബിലിറ്റി ഷുഡ് ഓൾസോ ബി ക്രിയേറ്റഡ്. ഇനി നമ്മളെ സംബന്ധിച്ചിടത്തോളം അപ്പൊ ഇതെന്താണ്, ഒരു ഫിനാൻസിങ് അറേഞ്ച്മെന്റ് ആയതുകൊണ്ട് ഇൻട്രസ്റ്റ് ഈ ലയബിലിറ്റിന്മേൽ എപ്പോഴും ചാർജ് ചെയ്തുകൊണ്ടിരിക്കണം. ലീസ് റെന്റൽ പേ ചെയ്യുന്ന ഡയറക്ട്ലി എക്സ്പെൻസ് ആവില്ല, അത് ഈ ലയബിലിറ്റിയുടെയും ഇൻട്രസ്റ്റിന്റെയും റീപേയ്മെന്റ് ആയിട്ട് കൺസിഡർ ചെയ്യും. ഇനി നമ്മൾ അസറ്റിനെ ഒരെണ്ണത്തിനെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, അതിന് ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്യണം. അത് AS റിവൈസ് പ്രോപ്പർട്ടി പ്ലാൻ ആൻഡ് എക്യുപ്മെന്റ് പ്രകാരം നമ്മൾ അതിനെ അക്കൗണ്ട് ചെയ്യും. ഇനി ഇവിടെ അസറ്റ് ഏത് വാല്യൂയിൽ റെക്കോർഡ് ചെയ്യണം? സോ അതിനുവേണ്ടി സ്റ്റാൻഡേർഡ് പറയുന്നു ഇറ്റ് ഷുഡ് ബി അറ്റ് ലോവർ ഓഫ് ഫെയർ വാല്യൂ ഓഫ് അസെറ്റ് ആൻഡ് പ്രസന്റ് വാല്യൂ ഓഫ് മിനിമം ലീസ് പേയ്മെന്റ് ഫ്രം ദി സ്റ്റാൻഡ് പോയിന്റ് ഓഫ് ലെസി. ഈ രണ്ട് വാല്യൂ ലോവർ ആയിരിക്കണം. സോ ബേസിക്കലി കോസ്റ്റിലാണ് ഒരു അസറ്റ് റെക്കോർഡ് ചെയ്യേണ്ടത്, അതിനുവേണ്ടിയാണ് ഈ പ്രസന്റ് വാല്യൂ ഓഫ് മിനിമം ലീസ് പേയ്മെന്റ് ഫ്രം ദി സ്റ്റാൻഡ് പോയിന്റ് ഓഫ് ലെസി നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, ക്യാഷ് പ്രൈസ് ഈക്വലന്റ് കണ്ടുപിടിക്കാൻ. ഇനി ആ പറയുന്ന വാല്യൂവിനേക്കാൾ കുറവാണ് ഫെയർ വാല്യൂ ഓഫ് അസറ്റ് എങ്കിൽ അസറ്റ് ഓവർ സ്റ്റേറ്റ് ചെയ്യാൻ പാടില്ല. അതുകൊണ്ടാണ് ഈ രണ്ട് വാല്യൂ കൺസിഡർ ചെയ്തിട്ട് ഇതിൽ ലോവർ എടുക്കുന്നത്. ഇനി ഇങ്ങനെ ഡിസ്കൗണ്ട് ചെയ്യുമ്പോൾ എടുക്കേണ്ടത് ഡിസ്കൗണ്ട് റേറ്റ് എന്താണ്? ഡിസ്കൗണ്ട് റേറ്റ് എന്ന് പറയുന്നത് ലെസറിന്റെ IRR അറിയാമെങ്കിൽ അതെടുക്കുക, ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇൻക്രിമെന്റൽ ബോറോയിങ് റേറ്റ് എടുക്കണം. ഇങ്ങനെ നമ്മൾ അസറ്റ് ലയബിലിറ്റി ബുക്ക് ചെയ്യും. ലീസ്ഡ് അസറ്റ് അക്കൗണ്ട് ടു ലീസ് ലയബിലിറ്റി എന്ന് പറഞ്ഞ് ജേർണൽ എൻട്രി പാസ് ചെയ്യും. സബ്സീക്വന്റ്ലി ഇൻട്രസ്റ്റ് പ്രൊവൈഡ് ചെയ്യണം. ഇൻട്രസ്റ്റ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഏത് റേറ്റ് ആണ് എടുക്കേണ്ടത്? അപ്പൊ ഇൻട്രസ്റ്റ് ഏത് റേറ്റിൽ എടുക്കണം എന്നുള്ളതിന് നമ്മൾ നോക്കുവാണെങ്കിൽ അസറ്റ് പ്രസന്റ് വാല്യൂ ഓഫ് മിനിമം ലീസ് പേയ്മെന്റ് ആണ് എടുത്തേക്കുന്നതെങ്കിൽ അതിന്റെ പ്രസന്റ് വാല്യൂ കണ്ടുപിടിക്കാൻ ഒരു ഡിസ്കൗണ്ട് റേറ്റ് ഉപയോഗിച്ചിട്ടുണ്ടാവണം. ആ ഡിസ്കൗണ്ട് റേറ്റ് എടുക്കണം.
ഇനി അസറ്റിന്റെ ആ ഒരു പ്രസന്റ് വാല്യൂ ഓഫ് MLP-നേക്കാൾ കുറവാണ് ഫെയർ വാല്യൂ എങ്കിൽ നമ്മൾ ഫെയർ വാല്യൂലായിരിക്കും അസറ്റ് റെക്കോർഡ് ചെയ്തേക്കുന്നത്. അന്നേരം സെപ്പറേറ്റ് ആയിട്ട് ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ കണ്ടുപിടിച്ചിട്ട് അതിന്റെ ബേസിസിൽ അക്കൗണ്ട് ചെയ്യണം. ഇതിനെയാണ് കോൺസ്റ്റന്റ് പീരിയോഡിക്കൽ റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് നമ്മൾ റെഫർ ചെയ്യാറ്. ഇനി നമ്മളെ സംബന്ധിച്ചിടത്തോളം ഓപ്പറേറ്റിംഗ് ലീസിന്റെ അക്കൗണ്ടിംഗ് ട്രീറ്റ്മെന്റ് ആണ് നമുക്ക് നോക്കേണ്ടത്. ഓപ്പറേറ്റിംഗ് ലീസിന്റെ അക്കൗണ്ടിംഗ് ട്രീറ്റ്മെന്റ് വരുമ്പോൾ ലെസറിന്റെ ബുക്സിൽ അസറ്റ് ഉണ്ടാവും, ലെസർ ഡിപ്രീഷിയേറ്റ് ഒക്കെ ചെയ്യും. എന്താണോ ലീസ് റെന്റൽ അതിനെ നമ്മൾ ഒന്നുകിൽ സ്ട്രേറ്റ് ലൈൻ ബേസിസിൽ അക്കൗണ്ട് ചെയ്യും, അതിലും സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള വേറൊരു ബേസിസ് നമുക്ക് അറിയാമെങ്കിൽ ആ ബേസിസ് നമ്മൾ ഉപയോഗിക്കും. ഇനി ലെസിയുടെ കേസിൽ ലീസ് റെന്റൽസ് എക്സ്പെൻസ് ആയിട്ട് സ്ട്രേറ്റ് ലൈൻ ബേസിസിൽ അക്കൗണ്ട് ചെയ്യുവാണ്, അവിടെ അസറ്റോ കാര്യങ്ങളോ ഒന്നും റെക്കോർഡ് ചെയ്യപ്പെടില്ല. ഇനി അവസാനമായിട്ട് ഈ സ്റ്റാൻഡേർഡിൽ തരുന്ന ഗൈഡൻസ് ആണ് സെയിൽ ആൻഡ് ലീസ് ബാക്ക് ട്രാൻസാക്ഷൻ. സെയിൽ ആൻഡ് ലീസ് ബാക്ക് ട്രാൻസാക്ഷൻ വരുമ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം സ്റ്റാൻഡേർഡ് പറയുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ സെയിലിൽ നടക്കുന്ന ഇൻകം എങ്ങനെ അക്കൗണ്ട് ചെയ്യണം അതിന്റെ റിലേറ്റഡ് ഗൈഡൻസ് ആണ് തരുന്നത്. സോ സെയിൽ നടന്നു, ലീസ് ബാക്ക് ഒരു ഫിനാൻസ് ലീസ് ആയിട്ടാണെങ്കിൽ നമുക്ക് വളരെ സിമ്പിൾ ആണ്. എന്ത് പ്രോഫിറ്റോ ലോസോ വന്നാലും അത് നമ്മൾ ഡെഫർ ആൻഡ് അമോർട്ടൈസ് ആൻഡ് ലീസ് ടേമിലേക്ക് അത് ഡിപ്രീഷിയേറ്റ് ചെയ്യും. ഇനി ഓപ്പറേറ്റിംഗ് ലീസ് ആണെങ്കിൽ നമ്മളോട് സെയിൽ വാല്യൂയും ഫെയർ വാല്യൂയും തമ്മിൽ കമ്പയർ ചെയ്യാൻ വേണ്ടി പറയുവാണ്. സെയിൽ വാല്യൂ ഈക്വൽ ടു ഫെയർ വാല്യൂ ആണെങ്കിൽ പ്രോഫിറ്റ് ഓർ ലോസ് ഇറ്റ് വിൽ ബി റെക്കഗ്നൈസ്ഡ് ഇമീഡിയറ്റ്ലി. സെയിൽ വാല്യൂ ലെസ് ദാൻ ഫെയർ വാല്യൂ ആണെങ്കിൽ പ്രോഫിറ്റ് ആണെങ്കിൽ അത് ഇമീഡിയറ്റ്ലി റെക്കഗ്നൈസ് ചെയ്യും, ലോസ് ആണെങ്കിൽ we will recognize immediately, but if the loss is compensated through future lease payment, we will defer and amortize. ഇനി സെയിൽ വാല്യൂ മോർ ദാൻ ഫെയർ വാല്യൂ എന്നൊരു സിറ്റുവേഷൻ ആണെങ്കിൽ what is the profit or loss up to this fair value അത് നമ്മൾ റെക്കഗ്നൈസ് ഇമീഡിയറ്റ്ലി. സെയിൽ വാല്യൂ മോർ ദാൻ ഫെയർ വാല്യൂ വരുന്ന സെയിൽ വാല്യൂ എന്താണോ that much component we will defer and amortize. ഇതാണ് AS 19 പ്രൊവിഷൻസ്. ഇത് ഫ്രീക്വന്റ്ലി ടെസ്റ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. ഇനി നമുക്കുള്ള അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ആണ് AS 20 ഏർണിംഗ്സ് പെർ ഷെയർ. സോ ബേസിക്കലി APS എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ഫിനാൻഷ്യൽ റേഷ്യോ ആണ്. ഈ സ്റ്റാൻഡേർഡ് പറയുന്നു എന്താണോ ഒരു പീരിയഡിലുള്ള EPS, അത് ബേസിക് EPS, ഡൈലൂട്ടഡ് EPS എന്ന് പറഞ്ഞ രണ്ട് ഫിഗർ ഉണ്ട്. ഈ രണ്ട് ഫിഗറും സ്റ്റേറ്റ്മെന്റ് ഓഫ് P&L ഫേസിൽ തന്നെ നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യണം. അപ്പം അതെങ്ങനെ കമ്പ്യൂട്ട് ചെയ്യാം എന്നുള്ള സ്റ്റാൻഡേർഡ് ആണിത്. അപ്പം ഇതിനകത്ത് ഫസ്റ്റ് നമ്മൾ ഈ ബേസിക് EPS, ഡൈലൂട്ടഡ് EPS ഈ രണ്ട് കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കണം. ബേസിക് EPS എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഇതാണ് ആക്ച്വൽ പെർ ഷെയർ ഏർണിംഗ്സ് ഫോർ ദിസ് പീരീഡ്, അതാണ് അവിടെ കമ്പ്യൂട്ട് ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് ബേസിക് EPS എന്നുള്ളത് സാധാരണ EPS എന്ന് എല്ലാവരും മനസ്സിലാക്കുന്ന ഫിഗർ ആണ് ബേസിക് EPS. ഇനി ഡൈലൂട്ടഡ് EPS എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഷെയർ ഹോൾഡേഴ്സിന്റെ വാണിംഗ് അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിന്റെ കോഷൻ കൊടുക്കുന്നതാണ്. അതായത് നമ്മുടെ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ പൈസ ഒന്നും ഇനി ഇങ്ങോട്ട് തരാതെ, അഡീഷണൽ ക്യാഷ് ഇൻഫ്യൂഷൻസ് ഒന്നും ഇല്ലാതെ ചിലർ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ആയി മാറിയേക്കാം. അതുകൊണ്ട് കമ്പനി ഇതേ ലെവലിൽ ഫ്യൂച്ചറിൽ ഫംഗ്ഷൻ ചെയ്താലും സെയിം ലെവൽ ഓഫ് റിട്ടേൺ കിട്ടണമെന്നില്ല. ആ സിറ്റുവേഷൻസിൽ അങ്ങനെ ഒരു സിറ്റുവേഷൻ അവരെല്ലാവരും ഷെയർ ഹോൾഡറായി മാറുവാണ് എങ്കിൽ കമ്പനിയുടെ EPS എവിടെ വരെ താഴാം, എത്ര മിനിമം EPS ഫ്യൂച്ചറിൽ എക്സ്പെക്ട് ചെയ്യാം, ആ ഒരു കോഷൻ കൊടുക്കുന്നതാണ് ഡൈലൂട്ടഡ് EPS. അപ്പൊ ഇത് എങ്ങനെയാണ് കമ്പ്യൂട്ട് ചെയ്യുക? ബേസിക് EPSന് വേണ്ടി അവർ പറയുന്നു it is the net profit or loss attributable to equity shareholders divided by weighted average number of equity shares outstanding. ഇനി നെറ്റ് പ്രോഫിറ്റ് ഓർ ലോസ് അട്രിബ്യൂട്ടബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് വരുമ്പം നെറ്റ് പ്രോഫിറ്റ് ഓർ ലോസ് ഫോർ ദ പീരിയഡിൽ തുടങ്ങണം. ലെസ് പ്രിഫറൻസ് ഡിവിഡൻഡ് ഇൻക്ലൂഡിംഗ് ഇനി ടാക്സ്, അത് നമ്മൾ കുറയ്ക്കണം. സോ പ്രിഫറൻസ് ഡിവിഡൻഡ് കുറയ്ക്കുമ്പം അതിന്റെ നേച്ചർ നോക്കണം. ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഡിവിഡൻഡ് ആണെങ്കിൽ ഓൾവേസ് വി ഹാവ് ടു റിഡ്യൂസ്, ആൻഡ് ഇഫ് ഇറ്റ് ഈസ് എ നോൺ ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർസ് എന്ത് ചെയ്യണം, ഡിക്ലെയർ ചെയ്യുന്നുണ്ട് ഈ പീരിയഡിൽ ഡിവിഡൻഡ് എങ്കിൽ മാത്രം നമ്മൾ റെഡ്യൂസ് ചെയ്താൽ മതി. ഇങ്ങനെ കിട്ടുന്നതാണ് നെറ്റ് പ്രോഫിറ്റ് ഓർ ലോസ് അട്രിബ്യൂട്ടബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്. ഇനി നമ്മൾ വെയ്റ്റഡ് ആവറേജ് നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് എന്ന് പറയുന്ന സാധനവും കൂടി കമ്പ്യൂട്ട് ചെയ്യണം. വെയ്റ്റഡ് ആവറേജ് നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് ഔട്ട്സ്റ്റാൻഡിംഗ് കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ്, ഓപ്പണിംഗ് നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് നമ്മൾ എന്ത് ചെയ്യും, ഈ പീരിയഡിലുള്ള ബൈബാക്ക് ഇഷ്യൂ ഇതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും. അത് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ടൈം വെയിറ്റിംഗ് ഫാക്ടർ കൂടി കൺസിഡർ ചെയ്യണം. ഈ ടൈം വെയിറ്റിംഗ് ഫാക്ടർ ഒക്കെ കൺസിഡർ ചെയ്യാൻ വേണ്ടി ഏത് ഡേറ്റ് മുതൽ എടുക്കണമെന്ന് ചോദിച്ചാൽ കൺസിഡറേഷൻ എന്നാണോ റിസീവബിൾ ആയത് ആ ഡേറ്റ് മുതൽ എടുക്കണം. അപ്പോൾ അതിന്റെ കണ്ടീഷൻസ് ഈ വെയ്റ്റഡ് ആവറേജ് നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് അതൊക്കെ കമ്പ്യൂട്ട് ചെയ്യുമ്പം എന്ത് ചെയ്യണം, കുറച്ച് സ്പെഷ്യൽ കേസസ് നമുക്ക് വരും. ചിലപ്പോൾ നമ്മൾ അമാൽഗമേഷന്റെ സിറ്റുവേഷനിൽ നമ്മൾ എന്ത് ചെയ്യാം, കൺസിഡറേഷൻ ആയിട്ട് ഇക്വിറ്റി ഷെയർ ഇഷ്യൂ ചെയ്യാം. അപ്പം മെർജർ ആണെങ്കിൽ അവർ പറയുന്നു ബിഗിനിങ് ഓഫ് ദി പീരിയഡ് തൊട്ട് ഈ ഷെയർ ഉള്ളതായിട്ട് കൺസിഡർ ചെയ്യണം. പർച്ചേസ് ആണെങ്കിൽ അക്വിസിഷൻ ഡേറ്റ് മുതലുള്ളതായിട്ടും വേണം കൺസിഡർ ചെയ്യാൻ. ഇനി നമ്മളെ സംബന്ധിച്ചിടത്തോളം ചിലപ്പം ഷെയറിന് ഡിഫറൻറ്റ് പെയ്ഡപ്പ് വാല്യൂ കാണും. ഒരു ഷെയർ 10 രൂപ പെയ്ഡപ്പ് വാല്യൂ ഉണ്ടാവും, 10 രൂപ ഫേസ് വാല്യൂ ഉണ്ടാവും, 10 രൂപ പെയ്ഡപ്പ് വാല്യൂ കാണും. ഒരെണ്ണം 10 രൂപ ഫേസ് വാല്യൂ കാണും, 8 രൂപ പെയ്ഡപ്പ് വാല്യൂ കാണുള്ളൂ. ഇങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം, ഈ 8 രൂപയുടെ ഷെയറിനെ ഈക്വലന്റ് നമ്പർ ഓഫ് 10ന്റെ ഷെയർസ് ആക്കി മാറ്റി വെച്ച് EPS കണ്ടുപിടിക്കുക. അതാണ് ഡിഫറൻറ്റ് പെയ്ഡപ്പ് വാല്യൂ വന്നാൽ ചെയ്യേണ്ടത്. ഇനി ഡിഫറൻറ്റ് നോമിനൽ വാല്യൂ വന്നാൽ എന്ത് ചെയ്യണം, ഡിഫറൻറ്റ് നോമിനൽ വാല്യൂ വന്നാൽ രണ്ട് ഷെയറിനെ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു കോമൺ ബേസിലേക്ക് മാറ്റണം. ഫോർ എക്സാമ്പിൾ 10 രൂപയുടെ ഫേസ് വാല്യൂ ഉള്ള ഷെയർ ഉണ്ട്, 5 രൂപയുടെ ഫേസ് വാല്യൂ ഉള്ള ഷെയർ ഉണ്ടെങ്കിൽ രണ്ടിനെയും ഈക്വലന്റ് നമ്പർ ഓഫ് 1 രൂപീ ഷെയറോ അങ്ങനെ എന്തെങ്കിലും രണ്ടിനും കോമൺ ബേസിലേക്ക് മാറ്റാൻ പറ്റുന്ന ഒരു നമ്പർ ഓഫ് ഷെയർസിലേക്ക് മാറ്റണം. എന്നിട്ട് അതിന്റെ ബേസിസിൽ EPS കണ്ടുപിടിക്കണം. എന്നിട്ട് 5 രൂപയുടെ EPSും 10 രൂപയുടെ EPSും കൺവേർട്ട് ചെയ്ത് ഇതിൽ നിന്ന്
1 ആണെങ്കിൽ 1-ന്റെ ഷെയറിന്റെ ആണ് കണ്ടുപിടിച്ചെങ്കിൽ 1 into 5 ചെയ്താൽ 5 റുപ്പീസ് ഷെയറിന് കിട്ടും. ദെൻ 1-ന്റെ ഷെയർ ഇൻറ്റു 1-ന്റെ EPS ഇൻറ്റു 10 റുപ്പീസ് ചെയ്താൽ 10 റുപ്പീസ് ഷെയറിന്റെ EPS കിട്ടും. അങ്ങനെ നമുക്ക് EPS കണ്ടുപിടിക്കുന്ന ഈ 2 EPS ഓരോ ക്ലാസ് ഓഫ് ഷെയറിന്റെ EPSും ഫേസിൽ പ്രോപ്പറായിട്ട് ഡിസ്ക്ലോസ് ചെയ്യണമെന്നും പറയുന്നുണ്ട്. സോ 2 ക്ലാസ് ഉണ്ടെങ്കിൽ 2 ക്ലാസിന്റെ EPSന്റെ ഡിസ്ക്ലോഷറും വരണം. ഇനി നമുക്ക് ബോണസ് ഇഷ്യൂ, ഷെയർ സ്പ്ലിറ്റ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ റിസോഴ്സ് ഒന്നും കൂടാതെ തന്നെ ഷെയറിന്റെ നമ്പർ മാത്രം റെഡ്യൂസ്ഡ് ആവുകയാണ്, റെഡ്യൂസ്ഡ് ഓർ ഇൻക്രീസ്ഡ് ആവുകയാണ്. അപ്പൊ എന്ത് ചെയ്യണം? സ്റ്റാൻഡേർഡ് പറയുന്നു ഈ സംഭവം ബിഗിനിങ് ഓഫ് ദി കമ്പാരിറ്റീവ് പീരീഡ് തൊട്ടേ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ളതായിട്ട് കൺസിഡർ ചെയ്യണം. അപ്പൊ കറന്റ് ഇയറിന്റെ ബിഗിനിങ് തൊട്ടേ ഇത്രയും ഷെയർസ് ഉള്ളതായിട്ട് കൺസിഡർ ചെയ്യണം. ലാസ്റ്റ് ഇയറിന്റെ EPS നമ്മൾ റീസ്റ്റേറ്റ് ചെയ്തിട്ട് അത് ആ റീസ്റ്റേറ്റഡ് EPS ആയിരിക്കണം നമ്മൾ ഈ ബാലൻസ് ഷീറ്റിൽ അല്ലെങ്കിൽ P&L കാണിക്കേണ്ടത്. ഇതാണ് ASൽ ഒരേ ഒരു സ്ഥലത്ത് മാത്രമാണ് പ്രീവിയസ് ഇയറിന്റെ ഫിഗർ ചേഞ്ച് ചെയ്യാൻ പറയുന്നത്. അത് ഈ ഒരു സിറ്റുവേഷനിലാണ്. ഇനി റൈറ്റ് ഇഷ്യൂ വരുമ്പോൾ അതിനകത്തൊരു ഹിഡൻ ബോണസ് എലമെന്റ് ഉണ്ട്, അതുകൂടി അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പൊ അത് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ അഡ്ജസ്റ്റിംഗ് ഫാക്ടർ എന്ന് പറയുന്ന ഒരു വാല്യൂ കണ്ടുപിടിക്കും. അഡ്ജസ്റ്റിംഗ് ഫാക്ടർ ഇസ് നത്തിങ് ബട്ട് യുവർ ഫെയർ വാല്യൂ ഓഫ് this shares immediately before right issue divided by theoretical ex-right fair value. So theoretical ex-right fair value is equal to എന്താ? Fair value of shares immediately prior to right issue plus fair value proceeds divided by total number of equity shares. ഇങ്ങനെയാണ് നമ്മൾ അഡ്ജസ്റ്റിംഗ് ഫാക്ടർ കണ്ടുപിടിക്കുക. ആ അഡ്ജസ്റ്റിംഗ് ഫാക്ടർ ബിഗിനിങ് ഓഫ് ദി കമ്പാരിറ്റീവ് പീരീഡ് മുഴുവൻ അഡ്ജസ്റ്റ് ചെയ്ത് കഴിയുമ്പം ബോണസിലെ എലമെന്റ് ഓട്ടോമാറ്റിക് ആയിട്ട് അഡ്ജസ്റ്റ് ആയിക്കോളും. ദെൻ അത് എന്താണ് റൈറ്റ് ഇഷ്യൂ ഡേറ്റ് വരെ അത്രയും ആ ഒരു ഫാക്ടർ അഡ്ജസ്റ്റ് ചെയ്യുക. ദെൻ റൈറ്റ് ഇഷ്യൂ നടന്നതിന് ശേഷം നോർമൽ രീതിയിൽ കമ്പ്യൂട്ടേഷൻ എടുക്കുക. അങ്ങനെ വേണം വെയിൻസ് കമ്പ്യൂട്ട് ചെയ്യാൻ. ഇനി ഡൈലൂട്ടഡ് EPS കണ്ടുപിടിക്കുമ്പോൾ ഡൈലൂട്ടഡ് EPSൽ എന്ത് ചെയ്യും? നെറ്റ് പ്രോഫിറ്റ് അട്രിബ്യൂട്ടബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സും വെയ്റ്റഡ് ആവറേജ് നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസും രണ്ടും ഡൈലൂട്ടീവ് പൊട്ടൻഷ്യൽ ഷെയർസിന്റെ ഇമ്പാക്ട് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും. സോ പൊട്ടൻഷ്യൽ ഇക്വിറ്റി ഷെയർ അത് ഡൈലൂട്ടീവ് ആണെങ്കിൽ അതിന്റെ ഇമ്പാക്ട് ആണ് അഡ്ജസ്റ്റ് ചെയ്യുക. സോ ഫസ്റ്റ് പൊട്ടൻഷ്യൽ ഇക്വിറ്റി ഷെയർ എന്താണെന്ന് മനസ്സിലാക്കാം. പൊട്ടൻഷ്യൽ ഇക്വിറ്റി ഷെയർ ഇസ് എ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് or other contract that entitles or may entitle its holders for equity shares, convertible debentures, convertible preference shares, share warrant, share application money pending allotment, contingently issuable shares. ഇതൊക്കെയാണ് നമ്മുടെ പൊട്ടൻഷ്യൽ ഇക്വിറ്റി ഷെയറിന്റെ എക്സാമ്പിൾസ്. ഇനി പൊട്ടൻഷ്യൽ ഇക്വിറ്റി ഷെയർസ് ഉണ്ടെങ്കിൽ അതിന്റെ ഇമ്പാക്ട് എന്താണെന്ന് നോക്കണം. ഈ ഒരു സാധനം ഇക്വിറ്റി ഷെയർ ആയി മാറുവാണെങ്കിൽ നമുക്ക് ചിലപ്പം ചില കോസ്റ്റ് റെഡ്യൂസ്ഡ് ആവാം, കോസ്റ്റ് ഇല്ലാതാവാം. അതുപോലെ തന്നെ നമ്മുടെ നമ്പർ ഓഫ് ഷെയർസും കൂടാം. അപ്പൊ ഇതിന്റെ രണ്ടിന്റെയും കൂടി ഇമ്പാക്ട് വരുമ്പോൾ EPS കൂടുവോ കുറയുവോ ഇത് നോക്കി വെച്ചാണ് ഡൈലൂട്ടീവ് ആണോ ആന്റി ഡൈലൂട്ടീവ് ആണോ നോക്കുക. ഡൈലൂട്ടീവ് പൊട്ടൻഷ്യലിന്റെ ഇമ്പാക്ട് മാത്രമാണ് ഡൈലൂട്ടഡ് EPSൽ എടുക്കുക. ആന്റി ഡൈലൂട്ടീവ് ആയിട്ട് ഏതെങ്കിലും ഒരു പൊട്ടൻഷ്യൽ ഇക്വിറ്റി ഷെയർ ഉണ്ടെങ്കിൽ വിൽ ഇഗ്നോർ ദാറ്റ്. ബിക്കോസ് ഷെയർ ഹോൾഡേഴ്സിന് ഒരു കോഷൻ കൊടുക്കാനാണ് നമ്മൾ EPS നോക്കുക. അപ്പൊ എന്താണ്? ഫേവറബിൾ പൊസിഷനിൽ നിൽക്കുന്ന ഒരു ഐറ്റത്തിന്റെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യില്ല. ഏറ്റവും വേഴ്സ് സിനേരിയോ ആയിരിക്കും കാണിക്കുക. മിനിമം EPS ദാറ്റ് ക്യാൻ ബി എക്സ്പെക്ടഡ് ഡിസ്ക്ലോസ് ചെയ്യുവാണ് നമ്മൾ ചെയ്യുക. അപ്പോൾ വേഴ്സ് സിനേരിയോ എക്സ്പെക്ട് ചെയ്യുമായിരിക്കും നമ്മൾ ചെയ്യുക. ഇനി EPS ഡൈലൂട്ടഡ് EPS കണ്ടുപിടിക്കുന്നതിന് ആദ്യം ബേസിക് EPS കണ്ടുപിടിക്കണം. എന്നിട്ട് ഓരോ പൊട്ടൻഷ്യൽ ഷെയർസിന്റെയും ഇഫക്റ്റ് കണ്ടുപിടിക്കണം. എന്നിട്ട് ആ പൊട്ടൻഷ്യൽസ് ഒന്നിൽ കൂടുതലുണ്ടെങ്കിൽ അതിന്റെ എന്താണ് ഇമ്പാക്ട് വെച്ച് ഇൻക്രിമെന്റൽ EPS വെച്ചിട്ട് അതിനെ റാങ്ക് ചെയ്യണം. എന്നിട്ട് ആ റാങ്കിങ്ങിന്റെ ബേസിസിൽ ഓരോന്നിനെയും അഡ്ജസ്റ്റ് ചെയ്തിട്ട് EPS കണ്ടുപിടിക്കണം. എന്നിട്ട് അത് എപ്പോഴാണോ ആന്റി ഡൈലൂട്ടീവ് നേച്ചർ വരുന്നത് അതുവരെ ഈ അഡ്ജസ്റ്റ്മെന്റ് നടത്തിക്കൊണ്ടിരിക്കണം. ആന്റി ഡൈലൂട്ടീവ് ആണെങ്കിൽ അത് നിർത്തണം. എന്നിട്ട് അതിന് തൊട്ട് മുമ്പുള്ള വാല്യൂ എടുക്കണം. ദാറ്റ് ഈസ് ഹൗ ദിസ് ഡൈലൂട്ടഡ് EPS ഇസ് ബീങ് കമ്പ്യൂട്ടഡ്. ഇനി നമുക്കുള്ള അടുത്ത സ്റ്റാൻഡേർഡ് ആണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 22 ഓൺ അക്കൗണ്ടിങ് ഫോർ ടാക്സസ് ഓൺ ഇൻകം. സോ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മാച്ചിങ് കോൺസെപ്റ്റ് അക്രൂവൽ ബേസ് ഇത് രണ്ടും കംപ്ലൈ ചെയ്യാൻ വേണ്ടി നമുക്കുള്ളൊരു സ്റ്റാൻഡേർഡ് ആണ്. സോ ഈ സ്റ്റാൻഡേർഡിൽ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ എന്താണ്? 2 കോമ്പോണൻസ് ആണ് ടാക്സ് എക്സ്പെൻസിന് വേണ്ടി അവർ പറയുന്നത്. ഒന്ന് കറന്റ് ടാക്സ്, അത് നമ്മൾ ഇൻകം ടാക്സ് ആക്ട് പ്രകാരം കണ്ടുപിടിച്ചിരിക്കുന്നത്. 2 ഡെഫേർഡ് ടാക്സ്, അത് ടാക്സ് കോമ്പോണന്റ് ബീങ് deferred due to application of provisions of income tax. ഇൻകം ടാക്സിന്റെ റൂൾസ് ഇൻകം ടാക്സിന്റെ പ്രൊവിഷൻസ് ഒക്കെ അപ്ലൈ ചെയ്തേക്കുന്നുണ്ട്. നമ്മൾ ഫ്യൂച്ചറിലേക്കോ കുറച്ച് ടാക്സ് ഡെഫർ ചെയ്തു, അല്ലെങ്കിൽ കുറച്ച് ഇപ്പം ഈ പീരീഡിൽ ഡ്യൂ ആയ ഇൻകത്തിന്മേലുള്ള ടാക്സ് അല്ല അഡീഷണൽ ടാക്സ് അടച്ചു, അങ്ങനെയുള്ള ഇമ്പാക്റ്റിനെയാണ് ഡെഫേർഡ് ടാക്സ് എന്ന് പറയുക. സോ കറന്റ് ടാക്സ് എന്ന് പറയുന്നത് നമ്മളെ നോർമൽ ടാക്സേഷൻ ലോ വെച്ച് കമ്പ്യൂട്ട് ചെയ്യും, നമ്മൾ അതിന്റെ പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യും. ഇനി നമ്മളെ സംബന്ധിച്ചിടത്തോളം അഡ്വാൻസ് ടാക്സ്, TDS, TCS എന്ന് പറഞ്ഞ കറന്റ് ടാക്സ് അസറ്റ് നമുക്കുണ്ടാവും, കറന്റ് ടാക്സ് ലയബിലിറ്റീസ് ഉണ്ടാവാം. ഇത് രണ്ടും ലീഗലി എൻഫോഴ്സിബിൾ റൈറ്റ് ടു ഓഫ്സെറ്റ് ഉണ്ട്. എൻറ്റിറ്റി അതിനെ നെറ്റ് ബേസിൽ സെറ്റിൽ ചെയ്യാൻ ഇന്റന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഓഫ്സെറ്റ് ചെയ്യും. ഇന്ത്യൻ സിനേരിയോയിൽ ഇത് ഓഫ്സെറ്റ് ചെയ്ത് വേണം നമ്മൾ കാണിക്കാൻ. ഇനി ഡെഫേർഡ് ടാക്സ് എന്ന് പറയുമ്പോൾ ഡെഫേർഡ് ടാക്സ് എന്ന് പറയുന്ന സാധനം എന്താണ്?
ഇത് നമ്മളുടെ ടാക്സ് ലോയുടെ ആപ്ലിക്കേഷൻ കൊണ്ടാണ് നമ്മളുടെ ഈ ഡെഫേർഡ് ടാക്സ് എന്ന് പറയുന്ന സാധനം നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുന്ന മാച്ചിങ് കോൺസെപ്റ്റ് കംപ്ലൈ ചെയ്യാനായിട്ടാണ്. സോ ബേസിക്കലി നമ്മളുടെ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസും അതുപോലെ തന്നെ ടാക്സേഷൻ പ്രിൻസിപ്പിൾസും തമ്മിൽ ചില ഡിഫറൻസസ് ഉണ്ടാവാം. ആ ഡിഫറൻസ് കൊണ്ട് ചില ടാക്സ് നമ്മൾ നേരത്തെ പേ ചെയ്യേണ്ടി വരും, ചില ടാക്സ് നമ്മൾ കുറച്ചുകൂടി കഴിഞ്ഞേച്ച് പേ ചെയ്തിട്ടുണ്ടാവാം. പക്ഷേ നമ്മളുടെ ബുക്സിൽ വരേണ്ടത് എന്താണോ അക്കൗണ്ടിങ് പ്രോഫിറ്റിലുള്ള ടാക്സ്, ആ ടാക്സ് ആയിരിക്കണം. അപ്പോൾ അതുകൊണ്ട് എന്താണോ നമ്മളുടെ അക്കൗണ്ടിങ് ഇൻകവും ടാക്സിബിൾ ഇൻകവും തമ്മിലുള്ള ഡിഫറൻസ്, അതിന്മേൽ വരുന്ന ടെമ്പററി ഡിഫറൻസ് ഓർ ടൈമിംഗ് ഡിഫറൻസസിന്മേൽ വരുന്ന ടാക്സ് ഇമ്പാക്ട് അക്കൗണ്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മാച്ചിങ് കോൺസെപ്റ്റ് കംപ്ലൈ ചെയ്യിക്കാം എന്നാണ് ഈ സ്റ്റാൻഡേർഡ് പറയുന്നത്. അപ്പോൾ അതിന്റെ ബേസിസിൽ നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുന്ന അഡീഷണൽ കോമ്പണന്റ് ആണ് ഡെഫേർഡ് ടാക്സ്. അപ്പം ബേസിക്കലി നമ്മളുടെ ഡിഫറൻസ് ബിറ്റ്വീൻ അക്കൗണ്ടിങ് ഇൻകം ആൻഡ് ടാക്സിബിൾ ഇൻകം രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്ന് പെർമനന്റ് ഡിഫറൻസ്, രണ്ട് ടെമ്പററി ഡിഫറൻസ്. പെർമനന്റ് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഈ വർഷം ഒരു ഡിസലവൻസ് അല്ലെങ്കിൽ ഈ വർഷം ഒരു ഡിഫറൻസ് വന്നു, ആ ഡിഫറൻസിന്റെ ഇമ്പാക്ട് ഫ്യൂച്ചറിലേക്ക് പോകുന്നില്ല. ഫോർ എക്സാമ്പിൾ ക്യാഷ് പേയ്മെന്റ് നമ്മൾ നടത്തി ഈ വർഷം, അപ്പോൾ അതിന് ഡിസലവൻസ് വന്നു, ആ ഡിസലവൻസ് വന്ന എക്സ്പെൻസ് പിന്നീട് ഒരിക്കലും ക്ലെയിം ചെയ്യാൻ പറ്റില്ല. സോ അതിന് മാച്ചിങ് കോൺസെപ്റ്റിൽ ഇമ്പാക്ട് ഒന്നുമില്ല, അപ്പോൾ ഡെഫേർഡ് ടാക്സിന്റെ ആവശ്യമില്ല. രണ്ടാമത്തെയാണ് ടൈമിംഗ് ഡിഫറൻസ് ഓർ ടെമ്പററി ഡിഫറൻസ്. ആ സാധനം ഒരു പീരിയഡിൽ ഡിഫറൻസ് വന്നു, സബ്സീക്വന്റ് പീരിയഡിൽ അതിന്റെ റിവേഴ്സൽ വന്നേക്കാം, അങ്ങനത്തെ ഐറ്റമാണ്. ഫോർ എക്സാമ്പിൾ നമുക്ക് 43B ഡിസലവൻസ് ഉണ്ട്. എന്താ നമ്മളെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ ചില എക്സ്പെൻസസ് നമ്മൾ ഇൻകർ ചെയ്യും, അത് P&L എക്സ്പെൻസ് ആയിട്ടിടും, പക്ഷെ പേ ചെയ്യുമ്പോൾ ഇൻകം ടാക്സിൽ ഡിഡക്ഷൻ കിട്ടുള്ളൂ. അപ്പോൾ ഈ വർഷം പേ ചെയ്തില്ലെങ്കിൽ ഡിഡക്ഷൻ ഇല്ല. അപ്പോൾ ഈ വർഷം ഡിസലോ ചെയ്യും, സബ്സിക്വന്റ് ഇയറിൽ പേ ചെയ്യുമ്പോൾ അതിന്റെ ഡിഡക്ഷൻ കിട്ടും. അപ്പോൾ ഈ വർഷം ഡിസലോ ചെയ്തപ്പം കൂടുതൽ ടാക്സ് നമ്മൾ പേ ചെയ്യേണ്ടി വരും, ഫ്യൂച്ചറിൽ അത് അലോ ചെയ്യുമ്പോൾ കുറവ് ടാക്സ് പേ ചെയ്താൽ മതി. അപ്പോൾ ഈ വർഷത്തെ ആക്ച്വലി വരേണ്ട ടാക്സിലും കൂടുതലാണ് അന്നേരം ടാക്സ് നമ്മൾ പേ ചെയ്തിട്ടുണ്ടാവുക. സോ അങ്ങനെ ഒരു പീരിയഡിൽ ഒരു ഡിഫറൻസ് വന്നു, അതിന്റെ ഇമ്പാക്ട് ഫ്യൂച്ചറിൽ റിവേഴ്സ് ആവുമെങ്കിൽ അതിനെയാണ് ടെമ്പററി ഡിഫറൻസ് എന്ന് പറയുക, അല്ലെങ്കിൽ ടൈമിംഗ് ഡിഫറൻസ് എന്ന് പറയുക. ഇത് രണ്ട് രീതിയിൽ ഉണ്ടാവാം, ടാക്സിബിൾ ടെമ്പററി ഡിഫറൻസ് ആൻഡ് ഡിഡക്റ്റബിൾ ടെമ്പററി ഡിഫറൻസ്. ടാക്സിബിൾ ടെമ്പററി ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചറിൽ മോർ ടാക്സ് പേ ചെയ്യേണ്ടി വരും. ഡിഡക്റ്റബിൾ ടെമ്പററി ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചറിൽ ലെസ് ടാക്സ് ആണ് പേ ചെയ്യേണ്ടി വരിക. ഈ ടാക്സിബിൾ ടെമ്പററി ഡിഫറൻസ് ആണ്, അതിന്മേലാണ് നമ്മൾ ഡെഫേർഡ് ടാക്സ് എക്സ്പെൻസ് അക്കൗണ്ട് ഡെറ്റർ ടു ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി എന്ന് പറയുന്ന ജേർണൽ എൻട്രി പാസ് ചെയ്യും. ഇനി ഇത് റിവേഴ്സ് ആവുന്ന പീരിയഡ് ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി അക്കൗണ്ട് ഡെറ്റർ ടു ഡെഫേർഡ് ടാക്സ് എക്സ്പെൻസ് എന്നുള്ള ജേർണൽ എൻട്രി പാസ് ചെയ്യും. ഇനി ഡിഡക്റ്റബിൾ ടെമ്പററി ഡിഫറൻസ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അതിന്മേൽ ഒരു അസറ്റ് ക്രിയേറ്റ് ചെയ്യും, നമ്മൾ അഡ്വാൻസ് ആയിട്ട് പേ ചെയ്തതിന്റെ ഇമ്പാക്ട് ആണ്. സോ ഡെഫേർഡ് ടാക്സ് അസറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു ഡെഫേർഡ് ടാക്സ് എക്സ്പെൻസ് എന്ന് പറഞ്ഞ ജേർണൽ എൻട്രി പാസ് ചെയ്യും. ഇനി ഇതിന്റെ ഇമ്പാക്ട് റിവേഴ്സ് ആവുന്ന പീരിയഡിൽ ഡെഫേർഡ് ടാക്സ് എക്സ്പെൻസ് അക്കൗണ്ട് ഡെറ്റർ ടു ഡെഫേർഡ് ടാക്സ് അസറ്റ് എന്ന് പറഞ്ഞ് അതിന്റെ റിവേഴ്സൽ എൻട്രിയും പാസ് ചെയ്യും. അങ്ങനെ ഇതിന്റെ ഇമ്പാക്ട് കൂടി P&L വന്നു കഴിയുമ്പോൾ മാച്ചിങ് കോൺസെപ്റ്റ് കംപ്ലൈ ആയിക്കോളും. ഇനി ഡെഫേർഡ് ടാക്സ് കമ്പ്യൂട്ട് ചെയ്യാൻ വേണ്ടി സ്റ്റാൻഡേർഡ് പറയുന്നത് പെർമനന്റ് ഡിഫറൻസിന്മേൽ ഡെഫേർഡ് ടാക്സിന്റെ ആവശ്യമില്ല. ഡെഫേർഡ് ടാക്സ് in respect of timing difference which reversed during tax holiday period recognize ചെയ്യരുത്. Deferred tax should be recognized on carried forwarded losses only if there is a reasonable certainty that sufficient future income will be there. And ഓരോ ബാലൻസ് ഷീറ്റ് ഡേറ്റിലും അൺറെക്കഗ്നൈസ്ഡ് ആയിട്ട് എന്തെങ്കിലും ഡെഫേർഡ് ടാക്സ് ഉണ്ടെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ റെക്കഗ്നൈസ് ചെയ്യണം. സോ ഡെഫേർഡ് ടാക്സ് ആണ് നമുക്ക് നെറ്റ് വരുന്ന എമൗണ്ട് എങ്കിൽ ഡെഫേർഡ് ടാക്സ് റീസണബിൾ സെർട്ടനിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ റെക്കഗ്നൈസ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ അത് അങ്ങനെ റെക്കഗ്നൈസ് ചെയ്യാതെ എന്തെങ്കിലും ഫ്യൂച്ചർ പോയിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് ഇയേഴ്സിൽ അങ്ങനെ റെക്കഗ്നൈസ് ചെയ്യാതെ പോയത് വീണ്ടും റീ അസസ്മെന്റ് ചെയ്യണം. ഇനി ഇതാണ് നമ്മളുടെ AS22 ബേസിക് പ്രിൻസിപ്പിൾസ്. ഇനി AS24 ഓൺ ഡിസ്കണ്ടിന്യൂയിങ് ഓപ്പറേഷൻസ് ഉണ്ട്. ഡിസ്കണ്ടിന്യൂയിങ് ഓപ്പറേഷൻസ് എഗെയിൻ ഒരു ഡിസ്ക്ലോഷർ സ്റ്റാൻഡേർഡ് ആണ്. ബേസിക്കലി നമ്മൾ ഈ വർഷം ഒരു ഓപ്പറേഷൻ കണ്ടിന്യൂ ചെയ്യുന്നില്ല, അത് വേണ്ടാന്ന് തീരുമാനിക്കുവാണ്, അങ്ങനത്തെ സിറ്റുവേഷൻ ഒക്കെ വന്നാൽ ഫ്യൂച്ചറിലേക്ക് ആ ഓപ്പറേഷൻ ഉണ്ടാവില്ല. അപ്പം എത്രത്തോളം പ്രോഫിറ്റ് തന്നുകൊണ്ടിരുന്ന ഓപ്പറേഷനാണ് ഇവിടെ നിന്ന് ഇല്ലാതാവുന്ന ആ ഒരു ഇമ്പാക്ട് യൂസേഴ്സിന് മനസ്സിലാവണം. ആ ഇമ്പാക്ട് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇവര് ഡിസ്കണ്ടിന്യൂയിങ് ഓപ്പറേഷൻ സ്റ്റേറ്റ്മെന്റ് ഓഫ് P&L ഫേസിൽ തന്നെ സെപ്പറേറ്റ് കാണിക്കണമെന്ന് പറയുന്നത്. അത് റിക്വയർ ചെയ്യുന്ന സ്റ്റാൻഡേർഡ് ആണിത്. ഡിസ്കണ്ടിന്യൂയിങ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി എ ഡിസ്റ്റിംഗ്വിഷബിൾ കോമ്പണന്റ് ഓഫ് ദിസ് എൻറ്റിറ്റി. അത് ഒരു സിംഗിൾ പ്ലാനിന്റെ ബേസിസിൽ നമ്മൾ ഒന്നുകിൽ ഡിസ്പോസ് ചെയ്യുന്നു മൊത്തത്തിൽ, അല്ലെങ്കിൽ പീസിമലായിട്ട് അതിനെ ഡിസ്പോസ് ചെയ്യുന്നു, അല്ലെങ്കിൽ അതിനെ നമ്മൾ ടെർമിനേറ്റിംഗ് ത്രൂ അബാൻഡൻമെന്റ്, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നു. അത് എൻറ്റിറ്റിയുടെ ഒരു സെപ്പറേറ്റ് മേജർ ലൈൻ ഓഫ് ബിസിനസ് അല്ലെങ്കിൽ ജിയോഗ്രഫിക്കൽ ഏരിയ ഓഫ് ഓപ്പറേഷൻ ആണ്. ഓപ്പറേഷണലിയും ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് പർപ്പസിന് വേണ്ടിയും നമുക്ക് ഡിസ്റ്റിംഗ്വിഷ് ചെയ്യുകയും ചെയ്യാമെങ്കിൽ ദാറ്റ് ഈസ് എ ഡിസ്കണ്ടിന്യൂയിങ് ഓപ്പറേഷൻ. സോ ബേസിക്കലി ഇതൊരു നമ്മളുടെ എന്താണ് ഡിസ്റ്റിംഗ്വിഷബിൾ കോമ്പണന്റ് ആണ്. നോർമലി ഒരു സെഗ്മെന്റ് എന്നുള്ളതിന്റെ മീനിങ് ഒക്കെ മീറ്റ് ചെയ്യുന്ന ഇതുപോലത്തെ ഒരു ഐറ്റം ആണ്. മീറ്റ് സീറോ നിർബന്ധമില്ല, അതിൽ ലെസർ ആയിട്ടുള്ള സംഭവം നമ്മൾക്ക് ഡിസ്കണ്ടിന്യൂയിങ് ഓപ്പറേഷൻ ആവാം. ബേസിക്കലി സെഗ്മെന്റ്സ് ആയിട്ട് നമ്മൾ ഓപ്പറേറ്റിംഗ് സെഗ്മെന്റ് ആയിട്ട് നമ്മളുടെ AS17 കാണുന്നതൊക്കെ അങ്ങനത്തെ ഒരു ഓപ്പറേഷൻ നിർത്തിയാൽ ദാറ്റ് മേ കം ടു ഡിസ്കണ്ടിന്യൂയിങ് ഓപ്പറേഷൻസ്. സോ അതാണ് നമ്മളുടെ ഡിസ്കണ്ടിന്യൂയിങ് ഓപ്പറേഷൻ. ഇനി ഡിസ്കണ്ടിന്യൂയിങ് ഓപ്പറേഷൻ ആവാത്ത ചില സർക്കംസ്റ്റൻസസ് സ്റ്റാൻഡേർഡിൽ തന്നെ പറയുന്നുണ്ട്. ഒന്ന് ഗ്രാജുവൽ ഓർ ഇവല്യൂഷണറി ഫേസിംഗ് ഔട്ട് ഓഫ് എ പ്രോഡക്റ്റ് ഓർ ലൈൻ ഓഫ് ബിസിനസ് സർവീസ്.
then discontinuing even if abruptly several products within an ongoing line of business, shifting some production or marketing activities for a particular line of business from one location to another, closing a facility to achieve productivity improvements or other cost savings. ഇതൊന്നും ഡിസ്കണ്ടിന്യൂയിങ് ഓപ്പറേഷൻ ആവില്ല. ഇനി ഡിസ്കണ്ടിന്യൂയിങ് ഓപ്പറേഷന്റെ ഡിസ്ക്ലോഷർ എന്ന് കൊടുക്കണം, അതിനെയാണ് ഇനീഷ്യൽ ഡിസ്ക്ലോഷർ ഇവന്റ് എന്ന് പറയുന്നത്. അത് earlier on the enterprise as date entered into a binding sale agreement for substantially all of the sale of asset attributable to discontinuing operation. അപ്പോൾ ഈ ഡിസ്കണ്ടിന്യൂയിങ് ഓപ്പറേഷൻ വരുന്ന അസറ്റ്സ്, ആ അസറ്റ്സ് സെല് ചെയ്യാൻ ബൈൻഡിങ് എഗ്രിമെന്റ് എൻറ്റർ ചെയ്ത ഡേറ്റ്, അല്ലെങ്കിൽ enterprise board or similar governing body has approved a detailed formal plan and made an announcement of the plan. ഇങ്ങനെ ചെയ്ത ഡേറ്റ്, ഇതിൽ ഏതാണോ earlier that will be the initial disclosure date. സോ അന്ന് മുതൽ നമ്മൾ കൊടുക്കേണ്ട ഡിസ്ക്ലോഷർ എന്താ, ഏതാണ് ഡിസ്കണ്ടിന്യൂയിങ് ഓപ്പറേഷൻ, അതിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷൻ, അത് ഏത് ബിസിനസ് ഓർ ജിയോഗ്രഫിക്കൽ സെഗ്മെന്റ് റിലേറ്റഡ് ആണ്, നമ്മളുടെ ഇനീഷ്യൽ ഡിസ്ക്ലോഷർ ഇവന്റിന്റെ ഡേറ്റ്, അതിന്റെ നേച്ചർ, ദെൻ ഡേറ്റ് ഓൺ വിച്ച് ഇറ്റ് മേ കംപ്ലീറ്റ്. ഇനി നമ്മൾ കൊടുക്കേണ്ട 3 ഇൻഫർമേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മിനി ബാലൻസ് ഷീറ്റ്, മിനി P&L, മിനി ക്യാഷ് ഫ്ലോ. അതിന് വേണ്ട സംഭവങ്ങളാണ്. സോ അസറ്റ്സ്, ലയബിലിറ്റീസ്, അതിന്റെ ക്യാരിങ് എമൗണ്ട്, ദെൻ റവന്യൂ എക്സ്പെൻസ്, അതിന്റെ ക്യാരിങ് എമൗണ്ട്, pre-tax profit or loss from ordinary activities, then net cash flows attributable to operating, investing, financing with respect to this discontinuing operation. So ഇത്രയും ഡിസ്ക്ലോഷേഴ്സ് നമ്മൾ ഇതിന് കൊടുക്കണം, AS 24 പ്രകാരം കൊടുക്കണം. സോ ഇതാണ് AS 24 പറയുന്ന ഗൈഡ് ലൈൻസ്. സോ ഇനി നമുക്ക് നോക്കാൻ വേണ്ടിയുള്ള സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 26 ഓൺ ഇൻടാഞ്ചിബിൾ അസറ്റ്സ്. സോ ഈ സ്റ്റാൻഡേർഡ് നമ്മൾ നോക്കിയാൽ ഇൻടാഞ്ചിബിൾ അസറ്റ്സിന്റെ മീനിങ് ആദ്യം നമുക്ക് നോക്കാം. ഇൻടാഞ്ചിബിൾ അസറ്റ്സ് മീൻസ് ഇറ്റ് ഇസ് ഐഡന്റിഫയബിൾ നോൺ മോണിറ്ററി അസറ്റ് വിത്തൗട്ട് ഫിസിക്കൽ സബ്സ്റ്റൻസ് വിച്ച് ആർ ഹെൽഡ് ഫോർ യൂസ് ഇൻ പ്രൊഡക്ഷൻ ഓർ സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ്, റെന്റൽ ടു അതേഴ്സ് ഓർ ഫോർ അഡ്മിനിസ്ട്രേറ്റീവ് പർപ്പസസ്. ഇതാണ് ഇതിന്റെ ഡെഫിനിഷൻ. അപ്പൊ ഇതിനകത്തുള്ള ഈ ഫസ്റ്റ് 3 എലമെന്റ്സ് നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് നമുക്കൊന്ന് നോക്കാനായിട്ടുണ്ട്. ഒന്ന് ഐഡന്റിഫയബിൾ നോൺ മോണിറ്ററി അസറ്റ് വിത്തൗട്ട് ഫിസിക്കൽ സബ്സ്റ്റൻസ്. ഐഡന്റിഫയബിലിറ്റി മീൻസ് ഗുഡ്വില്ലിൽ നിന്ന് നമുക്ക് ക്ലിയർലി ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാൻ പറ്റണം. Then we can say that it is identifiable. സോ അതൊരു നെസസറി ക്രൈറ്റീരിയൻ അല്ല, പക്ഷേ ഫ്യൂച്ചർ ഇക്കണോമിക് ബെനിഫിറ്റ് ഒക്കെ ഡിറൈവ് ചെയ്യണം. നമുക്ക് കേപ്പബിൾ ഓഫ് ബീങ് സോൾഡ് ആയിരിക്കാം, അല്ലെങ്കിൽ നമുക്കൊരു കോൺട്രാക്ടിന് പുറത്താവാം, അന്നേരം അതിനെ ഐഡന്റിഫയബിൾ ആണ് എന്ന് പറയാം. രണ്ടാമത്തെയാണ് അതൊരു നോൺ മോണിറ്ററി അസറ്റ് ആണ്. അപ്പം അത് നോൺ മോണിറ്ററി ഐറ്റം ആയിരിക്കണം, അസറ്റും ആയിരിക്കണം. അസറ്റ് മീൻസ് ഇറ്റ് ഇസ് എ റിസോഴ്സ് കൺട്രോൾ ബൈ ദി എൻറ്റിറ്റി ഫ്രം വിച്ച് ഫ്യൂച്ചർ ഇക്കണോമിക് ബെനിഫിറ്റ് ക്യാൻ ബി എക്സ്പെക്ടഡ്. അപ്പോൾ ആൻ എന്റർപ്രൈസ് കൺട്രോൾസ് ആൻ അസറ്റ് ഇഫ് എന്റർപ്രൈസ് ഹാവ് ദി പവർ ടു ഒബ്റ്റെയിൻ ഫ്യൂച്ചർ ഇക്കണോമിക് ബെനിഫിറ്റ് flowing from the asset and also restrict the access of those benefits. അപ്പം ആ ഒരു സംഭവമാണ്, നമുക്ക് ആ ഫ്യൂച്ചർ ഇക്കണോമിക് ബെനിഫിറ്റ് കിട്ടാനുള്ള റൈറ്റും വേണം, ബാക്കിയുള്ളവരെ റെസ്ട്രിക്ട് ചെയ്യാനും പറ്റണം. അന്നേരമാണ് കൺട്രോൾ ഉണ്ടെന്ന് പറയുക. അങ്ങനെ കൺട്രോൾ ചെയ്യുന്ന ഒരു റിസോഴ്സ് അവിടെ ഉണ്ടായിരിക്കണം. ഇനി ഈ ഇൻടാഞ്ചിബിൾ അസറ്റ് എന്നുള്ള ഈ ഫ്യൂച്ചർ ഇക്കണോമിക് ബെനിഫിറ്റ് എന്നുള്ളത് നമുക്ക് റവന്യൂ ഫ്രം സെയിൽ ആയിരിക്കാം, കോസ്റ്റ് സേവിങ്സ് ആവാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒക്കെ ബെനിഫിറ്റ്സ് ആവാം. ഇങ്ങനെ എന്തെങ്കിലും ഒരു ഫ്യൂച്ചർ ഇക്കണോമിക് ബെനിഫിറ്റ് ആയിരിക്കണം കിട്ടുക. ഇനി ഇതിന് ഫിസിക്കൽ സബ്സ്റ്റൻസ് ഉണ്ടാവാൻ പാടില്ല. ഫിസിക്കൽ സബ്സ്റ്റൻസ് വരുമ്പം ഒരു കാര്യം വരാം, നമ്മളൊരു ആന്റിവൈറസ് സോഫ്റ്റ്വെയർ ഒക്കെ മേടിച്ചാൽ അത് CD-യിലായിരിക്കും വരിക. അപ്പൊ അങ്ങനെ ഒരു ഫിസിക്കൽ സബ്സ്റ്റൻസ് നമുക്ക് ഉണ്ടെങ്കിൽ, ഫിസിക്കൽ സബ്സ്റ്റൻസ് കണ്ടെയ്നിങ് ആൻ ഇൻടാഞ്ചിബിൾ അസറ്റ് ദോ ടാഞ്ചിബിൾ ഇൻ നേച്ചർ ഉണ്ടെങ്കിൽ കോമൺലി അത് ഇൻടാഞ്ചിബിൾ അസറ്റിന്റെ പാർട്ടായിട്ട് ട്രീറ്റ് ചെയ്ത് ഒറ്റ ഇൻടാഞ്ചിബിൾ അസറ്റ് ആയിട്ട് അക്കൗണ്ട് ചെയ്യും. ബിക്കോസ് ദാറ്റ് ടാഞ്ചിബിൾ കോമ്പോണന്റ് ഈസ് ഇൻസിഗ്നിഫിക്കന്റ്. ഇനി ചില സിറ്റുവേഷൻ വരാം, നമ്മളൊരു ലാപ്ടോപ്പ് പർച്ചേസ് ചെയ്യുന്നു, അപ്പോൾ അതിനകത്ത് സോഫ്റ്റ്വെയർ കോമ്പോണന്റും ഉണ്ട്, ഹാർഡ്വെയർ കോമ്പോണന്റും ഉണ്ട്. അപ്പൊ അങ്ങനെ ഇൻടാഞ്ചിബിൾ ആൻഡ് ടാഞ്ചിബിൾ എലമെന്റ്സ് ഇൻ പ്രാക്ടീസിൽ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റാത്ത ഐറ്റംസ് ഉണ്ടാവാം. അങ്ങനെയുള്ളതിൽ നമ്മൾ എന്ത് ചെയ്യണം, ഏത് എലമെന്റ് ആണ് പ്രിഡോമിനന്റ് എന്ന് നമ്മൾ നോക്കണമെന്ന് പറയുവാണ്. ഫോർ എക്സാമ്പിൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു കമ്പ്യൂട്ടർ ഉണ്ട്. കമ്പ്യൂട്ടറിന്റെ കേസിൽ എന്താണ്, നമുക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ആ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇല്ലാതെ അതിന് വർക്ക് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഒരു സംഭവമാണെങ്കിൽ ഇന്റഗ്രൽ പാർട്ട് ഓഫ് ഹാർഡ്വെയർ ആയിരിക്കും ആ ഐറ്റം. അതിനെ നമ്മൾ PPE-യുടെ പാർട്ടായിട്ട്, PPE-യുടെ ഡയറക്ട്ലി അട്രിബ്യൂട്ടബിൾ കോസ്റ്റ് ആയിട്ട് ആ സോഫ്റ്റ്വെയർ കോസ്റ്റും വരും. സോ PPE-യിലേക്ക് അതിനെ അക്കൗണ്ട് ചെയ്യും. ഇനി നമുക്ക് ഇതിനകത്ത് ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്, അത് ആ കമ്പ്യൂട്ടർ ഫംഗ്ഷൻ ചെയ്യാൻ ഇന്റഗ്രൽ അല്ല, നമുക്ക് വേണം, അതുകൊണ്ട് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണെന്ന് വിചാരിക്കുക. അതില്ലെങ്കിലും കമ്പ്യൂട്ടർ ഫംഗ്ഷൻ ചെയ്യുമെങ്കിൽ ഇറ്റ് ഇസ് നോട്ട് ആൻ ഇന്റഗ്രൽ പാർട്ട് ഓഫ് റിലേറ്റഡ് ഹാർഡ്വെയർ. അങ്ങനെയാണെങ്കിൽ അത് ഇൻടാഞ്ചിബിൾ അസറ്റ് ആണ്. ദാറ്റ് ഈസ് വാട്ട് ദി സ്റ്റാൻഡേർഡ് സ്റ്റേറ്റ്സ്. ഇനി എപ്പോഴാണ് ഒരു ഇൻടാഞ്ചിബിൾ അസറ്റിനെ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുക? വെൻ ഇറ്റ് ഈസ് പ്രോബബിൾ ദാറ്റ് ഫ്യൂച്ചർ ഇക്കണോമിക് ബെനിഫിറ്റ് വിൽ ഫ്ലോ ടു ദി എന്റർപ്രൈസ് ആൻഡ് കോസ്റ്റ് ക്യാൻ ബി മെഷർഡ് ലയബിളി. ഇനി ഇതിന്റെ ഇനീഷ്യൽ മെഷർമെന്റ് നമ്മുടെ PPE പറയുന്ന പോലെ തന്നെ ഇറ്റ് ഈസ് അറ്റ് കോസ്റ്റ്. So purchase price, import duties and non-refundable taxes, directly attributable cost, ഇത് മൂന്നുമാണ് ഇതിന്റെ കോമ്പോണൻസ് ആയിട്ട് വരിക.
ഇനി നമ്മളെ സംബന്ധിച്ചിടത്തോളം എക്സ്ചേഞ്ചിന് AS10 PPയിലുള്ള സെയിം പ്രൊവിഷൻസ് ഇവിടെയും ആപ്ലിക്കബിൾ ആണ്. സോ ആ ഒരു രീതിയിലുള്ള ഗൈഡൻസസ് ഒക്കെ ഇവിടെയും വരും. ഇനി നമുക്ക് ഇവിടെയുള്ള വേറൊരു ഇമ്പോർട്ടന്റ് ആസ്പെക്ട് ആണ് ഇന്റേണലി ജനറേറ്റഡ് ഇൻടാഞ്ചിബിൾ അസറ്റ്. ഇന്റേണലി ജനറേറ്റഡ് ഇൻടാഞ്ചിബിൾ അസറ്റിനെ രണ്ട് ഫേസ് ആയിട്ട് ഇവർ തിരിച്ചിട്ടുണ്ട്, റിസർച്ച് ഫേസും ഡെവലപ്മെന്റ് ഫേസും. റിസർച്ച് ഫേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, ഇറ്റ് ഈസ് ദി ഒറിജിനൽ ആൻഡ് പ്ലാൻഡ് ഇൻവെസ്റ്റിഗേഷൻ ടു അക്വയർ എ ന്യൂ നോളജ്. ഫോർ എക്സാമ്പിൾ COVID-19 വന്നപ്പോൾ എന്ത് ചെയ്തു, കുറെ ഫാർമ കമ്പനീസ് വാക്സിൻ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഇത് നടത്തി. അപ്പം ആ ഒരു റിസർച്ച് നടത്തുന്നതിനെയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം റിസർച്ച് ഫേസ് എന്ന് പറയുക. സോ അത് ഫെയിലിയർ ആവാം, സക്സസ് ആവാം. സോ ഫെയിലിയർ ആവുമോ സക്സസ് ആവുമോ എന്ന് നമുക്ക് നേരത്തെ അറിയത്തില്ലാത്തതുകൊണ്ട് ഫ്യൂച്ചർ ഇക്കണോമിക് ബെനിഫിറ്റ് പ്രോബബിൾ എന്ന് പറയത്തില്ല. അതുകൊണ്ട് റിസർച്ച് ഫേസിൽ ഒരു ഇൻടാഞ്ചിബിൾ അസറ്റ് നമ്മൾ അക്കൗണ്ട് ചെയ്യരുത്, മുഴുവൻ എമൗണ്ടും എക്സ്പെൻസ് ഓഫ് ചെയ്തോണം. ഇനി ഡെവലപ്മെന്റ് ഫേസ് വരുമ്പോൾ ഈ റിസർച്ച് നടന്നു, റിസർച്ച് സക്സസ്ഫുൾ ആയി, അതിന്റെ ആപ്ലിക്കേഷൻ ഓഫ് റിസർച്ച് ഫൈൻഡിങ് കൊമേഴ്ഷ്യൽ പ്രൊഡക്ഷനിലേക്ക് കൊണ്ടുവരുന്നതാണ്. അന്നേരം വരുന്ന കോസ്റ്റ് വി ക്യാൻ ക്യാപിറ്റലൈസ്. അപ്പം അങ്ങനെ ക്യാപിറ്റലൈസ് ചെയ്യാൻ വേണ്ടി വരുമ്പോഴും റെക്കഗ്നിഷൻ ക്രൈറ്റീരിയ മീറ്റ് ചെയ്യണം. ഒരു 6 കണ്ടീഷനൊക്കെ സ്റ്റാൻഡേർഡ് തരുന്നുണ്ടാവണം. ടെക്നിക്കൽ ഫീസിബിലിറ്റി ടു കംപ്ലീറ്റ് ദി പ്രോജക്ട്, ടെക്നിക്കൽ ഫീസിബിലിറ്റി ഉണ്ടാവണം, ദെൻ ഇന്റൻഷൻ ടു കംപ്ലീറ്റ് ദി പ്രോജക്ട് ഉണ്ടാവണം, എബിലിറ്റി ടു ഡെമോൺസ്ട്രേറ്റ് ഹൗ ഫ്യൂച്ചർ ഇക്കണോമിക് ബെനിഫിറ്റ് വിൽ ബി generated, then adequate resources, financial or technical and other resources should be there, and cost can be measured reliably. ഇങ്ങനെ ഒരു 6 കണ്ടീഷൻസ് വരുന്നുണ്ട്. ഈ 6 കണ്ടീഷൻസ് മീറ്റ് ചെയ്താലാണ് ഡെവലപ്മെന്റ് ഫേസിലുള്ള കോസ്റ്റ് നമുക്ക് ക്യാപിറ്റലൈസ് ചെയ്യുക. അതർവൈസ് വി കനോട്ട് ക്യാപിറ്റലൈസ് ദാറ്റ്. സോ ഒരു ക്വസ്റ്റ്യൻ ഒക്കെ വരുമ്പോൾ യൂഷ്വലി റിസർച്ച് ഫേസ് ഡയറക്ട്ലി എക്സ്പെൻസ് ഓഫ് ചെയ്യുക. ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ ഡെവലപ്മെന്റ് ഫേസിൽ റെക്കഗ്നിഷൻ ക്രൈറ്റീരിയ മീറ്റ് ചെയ്തു എന്ന അസംഷനിൽ ഡെവലപ്മെന്റ് ഫേസിലെ നമ്മൾ എന്ത് ചെയ്യുക, ക്യാപിറ്റലൈസ് ചെയ്യുക. ഇനി ഇന്റേണലി ജനറേറ്റഡ് ഗുഡ് വിൽ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട്. ഗുഡ് വിൽ ഇന്റേണലി ജനറേറ്റഡ് ആണെങ്കിൽ അതൊരു ഐഡന്റിഫയബിൾ റിസോഴ്സ് കൺട്രോൾ ബൈ ദി എന്റർപ്രൈസ് അല്ല, അതിന് കോസ്റ്റ് മെഷർ ചെയ്യാൻ പറ്റില്ല റിലയബിളി. അതുകൊണ്ട് ഇറ്റ് ഷുഡ് നോട്ട് ബി റെക്കഗ്നൈസ്ഡ് ആസ് ആൻ അസറ്റ്. ഇനി ഈ സ്റ്റാൻഡേർഡ് നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇവിടെ അമോർട്ടൈസേഷന്റെ ഗൈഡൻസ് പറയുന്നുണ്ട്. അമോർട്ടൈസേഷൻ മീൻസ് ഇറ്റ് ഈസ് ഡിപ്രീഷിയബിൾ എമൗണ്ട് ഓഫ് ഇൻടാഞ്ചിബിൾ അസറ്റ് ഷുഡ് ബി അലോക്കേറ്റഡ് ഓൺ എ സിസ്റ്റമാറ്റിക് ബേസിസ് ഓവർ ദി ബെസ്റ്റ് എസ്റ്റിമേറ്റ് ഓഫ് യൂസ്ഫുൾ ലൈഫ്. ഇതാണ് അമോർട്ടൈസേഷനെ കുറിച്ച് സ്റ്റാൻഡേർഡ് പറയുന്നത്. സോ ഒരു ഇൻടാഞ്ചിബിൾ അസറ്റ് അവൈലബിൾ ഫോർ യൂസ് ആകുമ്പോൾ നമ്മൾ അമോർട്ടൈസേഷൻ തുടങ്ങും. ഇനി അമോർട്ടൈസേഷനിൽ ഇൻടാഞ്ചിബിൾ അസറ്റ് സ്റ്റാൻഡേർഡിൽ ഒരു റിബട്ടബിൾ പ്രിസംപ്ഷൻ ഉണ്ട്. അതായത് യൂസ്ഫുൾ ലൈഫ് ഓഫ് ഇൻടാഞ്ചിബിൾ അസറ്റ് 10 വർഷത്തിൽ കൂടുതലാവില്ല. അപ്പൊ ഇൻഡെഫിനിറ്റ് ആയിട്ട് ഇൻടാഞ്ചിബിൾ അസറ്റ് യൂസ്ഫുൾ ലൈഫ് വന്നിട്ടുണ്ടെങ്കിൽ 10 വർഷത്തിൽ റെസ്ട്രിക്ട് ചെയ്തോണം. അപ്പൊ ഇനി 10 വർഷത്തിൽ കൂടുതലുള്ളവരെണ്ണം വരുവാണെങ്കിൽ യൂഷ്വലി 10 വർഷത്തിൽ റെസ്ട്രിക്ട് ചെയ്യണം. ഇനി 10ൽ കൂടുതലുള്ളത് ഉപയോഗിക്കാം, ഈ പ്രിസംപ്ഷൻ റിബട്ട് ചെയ്യാം. നമ്മളെ സംബന്ധിച്ചിടത്തോളം കൂടുതലുള്ളത് ഉപയോഗിക്കാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷെ എന്തുകൊണ്ടാണ് ഈ ഒരു പ്രിസംപ്ഷൻ റിബട്ട് ചെയ്തേക്കുന്നത്, എത്രയാണ് യൂസ്ഫുൾ ലൈഫ്, ഇത് വന്നു കഴിയുമ്പം ഇത് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന കുറച്ച് ഡിസ്ക്ലോഷേഴ്സ് കാര്യങ്ങളൊക്കെ ഫിനാൻഷ്യൽസിൽ കൊടുക്കേണ്ടതായിട്ട് വരാം. ഇനി നമ്മളുടെ അമോർട്ടൈസേഷൻ മെത്തേഡ് ഇറ്റ് ഷുഡ് ബി ബേസ്ഡ് ഓൺ എക്സ്പെക്ടഡ് പാറ്റേൺ ഓഫ് കൺസംപ്ഷൻ ഓഫ് ഇക്കണോമിക് ബെനിഫിറ്റ്. ആ പാറ്റേൺ ഡിറ്റർമിൻ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡാണ് യൂസ് ചെയ്യാൻ പറയുന്നത്. ഇനി നമ്മളെ സംബന്ധിച്ചിടത്തോളം റെസിജ്വൽ വാല്യൂ ഓഫ് ഇൻടാഞ്ചിബിൾ അസറ്റ് വരുമ്പോൾ സ്റ്റാൻഡേർഡ് പറയുന്നു അത് അസ്യൂംഡ് ആസ് 0 ആണ് വേണ്ടത്. ഇതിനൊരു ആക്റ്റീവ് മാർക്കറ്റ് ഉണ്ട്, ആ മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ട് നമുക്ക് റെസിജ്വൽ വാല്യൂ എടുക്കാം. ആൻഡ് ആ അസറ്റിന്റെ യൂസ്ഫുൾ ലൈഫ് കഴിയുമ്പോൾ ആ മാർക്കറ്റ് അവിടെ തന്നെ ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനത്തെ ഒരു വാല്യൂ എടുക്കാം. അല്ലെങ്കിൽ നോർമൽ കേസിൽ റെസിജ്വൽ വാല്യൂ 0 ആയിരിക്കണം എടുക്കുന്നത്. അല്ലെങ്കിൽ ഒരു ബൈൻഡിങ് സെയിൽ അഗ്രിമെന്റ് ഉണ്ടെങ്കിൽ ആ വാല്യൂ എടുക്കാം, അല്ലെങ്കിൽ 0 ആയിരിക്കണം. യൂഷ്വൽ കേസിൽ 0 ആയിരിക്കണം. ഇനി നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഇൻടാഞ്ചിബിൾ അസറ്റ് ഉണ്ട്, അതിനെ ഡീ റെക്കഗ്നൈസ് ചെയ്യേണ്ടത് എപ്പോഴാണ്, അത് ഡിസ്പോസ് ചെയ്യുന്നു അല്ലെങ്കിൽ നോ ഫ്യൂച്ചർ ഇക്കണോമിക് ബെനിഫിറ്റ് ആർ എക്സ്പെക്ടഡ് ഫ്രം ഇറ്റ്സ് യൂസ് ഓർ സബ്സിക്വന്റ് ഡിസ്പോസൽ, അന്നേരം അതിനെ ബുക്സിൽ നിന്ന് ഡീ റെക്കഗ്നൈസ് ചെയ്യണം. ഇനി AS29 ലാസ്റ്റ് സ്റ്റാൻഡേർഡ്. AS29 നമുക്ക് 3 കാര്യങ്ങളാണ്: പ്രൊവിഷൻസ്, കണ്ടിജന്റ് ലയബിലിറ്റീസ് ആൻഡ് കണ്ടിജന്റ് അസറ്റ്സ്. ഫസ്റ്റ് പ്രൊവിഷൻ എന്താണ്? പ്രൊവിഷൻ ഇസ് എ ലയബിലിറ്റി വിച്ച് ക്യാൻ ബി മെഷർഡ് ഓൺലി ബൈ യൂസിംഗ് സബ്സ്റ്റാൻഷ്യൽ ഡിഗ്രി ഓഫ് എസ്റ്റിമേഷൻ. സോ ലയബിലിറ്റിയുടെ ഡെഫിനേഷൻ മീറ്റ് ചെയ്യുന്ന ഒരു ഐറ്റം ആയിരിക്കണം ഇത്. ലയബിലിറ്റിയുടെ ഒരു സബ്സെറ്റ് ആണ്, അതിൽ എസ്റ്റിമേഷന്റെ ആംഗിൾ കൂടി വരുമ്പോഴാണ് പ്രൊവിഷൻ എന്ന് പറയുക. സോ ലയബിലിറ്റിയുടെ ഫ്രെയിംവർക്കിലെ ഡെഫിനേഷനും റെക്കഗ്നിഷൻ ക്രൈറ്റീരിയയും കൂടി മീറ്റ് ചെയ്തിട്ടാണ്, രണ്ടുകൂടി എടുത്തിട്ടാണ് ഇതിന്റെ റെക്കഗ്നിഷൻ ക്രൈറ്റീരിയ ഇവിടെ പറയുന്നത്. അപ്പം നമ്മളുടെ റെക്കഗ്നിഷൻ ക്രൈറ്റീരിയ ഫോർ പ്രൊവിഷൻ എന്താണ്? നമുക്കൊരു പ്രസന്റ് ഒബ്ലിഗേഷൻ ആസ് എ റിസൾട്ട് ഓഫ് പാസ്റ്റ് ഇവന്റ് ഉണ്ടാവണം. ഈ പ്രസന്റ് ഒബ്ലിഗേഷൻ എന്ന് പറയുന്നത് നമുക്ക് ലീഗലി ഉള്ള ഒരു ഒബ്ലിഗേഷൻ ആവാം, അല്ലെങ്കിൽ കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ഒരു ഒബ്ലിഗേഷനും ആവാം. ഇനി ആ ഒബ്ലിഗേഷൻ അറൈസിംഗ് ഫ്രം പാസ്റ്റ് ഇവന്റ്സ് ആയിരിക്കണം. ഒരു ഇവന്റ് ദാറ്റ് ഗീവ് റൈസ് ടു പ്രസന്റ് ഒബ്ലിഗേഷൻ ദാറ്റ് ഈസ് നോൺ ആസ് ഒബ്ലിഗേറ്റിംഗ് ഇവന്റ്, അങ്ങനെ ഒരു ഇവന്റ് നടന്നിട്ടുണ്ടാവണം. ആൻഡ് it should be probable that outflow of resources embodying economic benefit required to settle the obligation. അതായത് മോർ ദാൻ 50% ചാൻസ് എങ്കിലും ഉണ്ടാവണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിന് ഔട്ട്ഫ്ലോ വരാനായിട്ട്. ആൻഡ് ഇതിന്റെ റിലയബിൾ എസ്റ്റിമേറ്റ് നമുക്ക് എടുക്കാനും പറ്റണം. അന്നേരമാണ് നമുക്കൊരു പ്രൊവിഷൻ ബുക്സിൽ റെക്കോർഡ് ചെയ്യാൻ പറ്റുക. ഇനി പ്രൊവിഷന്റെ ഈ റെക്കഗ്നിഷൻ ക്രൈറ്റീരിയയിൽ ഏതെങ്കിലും ഒരെണ്ണം മീറ്റ് ചെയ്തില്ലെങ്കിൽ കണ്ടിജന്റ് ലയബിലിറ്റി ആയിട്ട് ഡിസ്ക്ലോസ് ചെയ്യേണ്ടതായിട്ട് വരും. സോ ഇതിന്റെ പ്രൊവിഷന്റെ എമൗണ്ട് എങ്ങനെ കണ്ടുപിടിക്കണം? അത് ബെസ്റ്റ് എസ്റ്റിമേറ്റ് ഓഫ് പ്രൊവിഷൻ ആയിരിക്കണം. ബെസ്റ്റ് എസ്റ്റിമേറ്റ് നമ്മൾ എക്സ്പെക്ടഡ് വാല്യൂ മെത്തേഡ് നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രോബിലിറ്റി ഇൻറ്റു വെയിറ്റ് വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാം.
അല്ലെങ്കിൽ തന്നിരിക്കുന്ന കുറേ ഔട്ട്കം അതിൽ നിന്ന് ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ള ഐറ്റം വെച്ചിട്ട് മോസ്റ്റ് ലൈക്ലി എമൗണ്ട് ഈ രണ്ട് രീതിയിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ സംഭവം നമുക്ക് കണ്ടുപിടിക്കാം. ഇനി ഇത് കണ്ടുപിടിക്കുമ്പം ഇത് ഡിസ്കൗണ്ട് ചെയ്യാൻ പാടില്ല. ആകെ ഡീകമ്മീഷനിങ് ലയബിലിറ്റി മാത്രമാണ് ഡിസ്കൗണ്ട് ചെയ്ത് അക്കൗണ്ട് ചെയ്യാൻ പറ്റുന്ന പ്രൊവിഷൻ ഉള്ളത്. ഇനി എന്തെങ്കിലും റിസ്ക് ആൻഡ് അൺസർട്ടനിറ്റി ഉണ്ടെങ്കിൽ അതിന്റെ ഇമ്പാക്ട് കൺസിഡർ ചെയ്യണം. ഏതെങ്കിലും അസറ്റ് ഫ്യൂച്ചറിൽ ഡിസ്പോസ് ചെയ്യുമെങ്കിൽ അതിന്റെ ഗെയിൻ ഓർ ലോസ് കൺസിഡർ ചെയ്യരുത്. ഈ പ്രൊവിഷൻ ഓരോ ബാലൻസ് ഷീറ്റ് ഡേറ്റിലും റിവ്യൂ ചെയ്യണം. ആൻഡ് ഫ്യൂച്ചർ ഓപ്പറേറ്റിംഗ് ലോസിന് ഒരിക്കലും പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യാനും പാടില്ല. ഇനി റീഇംബേഴ്സ്മെന്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് കൂടി ഉണ്ട്. ചിലപ്പോൾ നമ്മൾ OnePlus എന്ന് പറയുന്ന കമ്പനി ഉണ്ട്. ആ കമ്പനി മൊബൈൽസ് മാനുഫാക്ചർ ചെയ്യുന്നു, ചിപ്സെറ്റ് യൂസ് ചെയ്യുന്ന സ്നാപ്ഡ്രാഗന്റെ ആണ്. അങ്ങനെയാണെങ്കിൽ ചിപ്പ് റിലേറ്റഡ് ആയിട്ട് കംപ്ലൈന്റ് വരുവാണെങ്കിൽ വാറണ്ടി കോസ്റ്റ് വരുന്നത് സ്നാപ്ഡ്രാഗൺ എന്ത് ചെയ്യാം, റീഇംബേഴ്സ് ചെയ്യാമെന്ന് പറയുന്നു. അപ്പോൾ എന്താ, ഈ OnePlus എന്ന് പറയുന്ന കമ്പനിക്ക് ഒരു ഒബ്ലിഗേഷനും ഉണ്ട്, അത് റിലേറ്റഡ് ആയിട്ട് ഒരു റീഇംബേഴ്സ്മെന്റും കിട്ടും എന്നുള്ള ഒരു സിറ്റുവേഷൻ ആയിരിക്കും. അപ്പം ബേസിക്കലി ഈ പ്രൊവിഷൻ നമ്മൾ അക്കൗണ്ട് ചെയ്യണം. ഈ ഒരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് റീഇംബേഴ്സ്മെന്റ് ഉണ്ടെന്ന് പറഞ്ഞ് പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യാതിരിക്കരുത്. പ്രൊവിഷൻ നമ്മൾ റെക്കോർഡ് ചെയ്യണം. റീഇംബേഴ്സ്മെന്റ് ഉണ്ടെങ്കിൽ റീഇംബേഴ്സ്മെന്റ് വിർച്വലി സർട്ടൺ ആണെങ്കിൽ നമ്മൾ അതിനെ റെക്കഗ്നൈസ് ചെയ്തോണം. ഇനി റീഇംബേഴ്സ്മെന്റ് സെപ്പറേറ്റ് ആയിട്ട് അക്കൗണ്ട് ചെയ്യണം, പ്രൊവിഷൻ സെപ്പറേറ്റ് ആയിട്ട്, അസറ്റ് ലയബിലിറ്റി രണ്ട് സൈഡിലും വരണം. സെപ്പറേറ്റ് അസറ്റ് ആയിട്ട് അതിനെ റെക്കോർഡ് ചെയ്യണം. ഇറ്റ് കനോട്ട് ഓഫ്സെറ്റ്. ആൻഡ് ഈ പറയുന്ന റീഇംബേഴ്സ്മെന്റ് എമൗണ്ട് ഒരിക്കലും പ്രൊവിഷന്റെ എമൗണ്ടിലും കൂടുതലാവാനും പാടില്ല. ഇനി P&L എടുക്കുമ്പോൾ ഈ പ്രൊവിഷനും ഈ റീഇംബേഴ്സ്മെന്റ് രണ്ടും കൂടി ഓഫ്സെറ്റ് ചെയ്തിട്ട് നെറ്റ് എമൗണ്ട് വേണമെങ്കിൽ കാണിക്കാം. ഇനി കണ്ടിജന്റ് ലയബിലിറ്റിയുടെ ഇതാണ്. കണ്ടിജന്റ് ലയബിലിറ്റിയുടെ മീനിങ് സ്റ്റാൻഡേർഡിൽ നോക്കിയാൽ ബേസിക്കലി റെക്കഗ്നേഷൻ ക്രൈറ്റീരിയ ഫോർ പ്രൊവിഷൻ മീറ്റ് ചെയ്യാത്ത ഐറ്റംസ് എല്ലാം കണ്ടിജന്റ് ലയബിലിറ്റി ആണ്. ദാറ്റ് ഈസ് പ്രസന്റ് ഒബ്ലിഗേഷൻ ഇല്ല, പോസിബിൾ ഒബ്ലിഗേഷൻ arises from past events ആണ്. Existence of which will be confirmed by occurrence or non-occurrence of one or more uncertain future events which are not wholly within the control of the entity. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ ഇറ്റ് വിൽ ബി എ കണ്ടിജന്റ് ലയബിലിറ്റി. പക്ഷെ അല്ലെങ്കിൽ പ്രസന്റ് ഒബ്ലിഗേഷൻ ഉണ്ട്, ഔട്ട്ഫ്ലോ പ്രോബബിൾ അല്ല, റെക്കഗ്നിഷൻ ക്രൈറ്റീരിയ മീറ്റ് ചെയ്തിട്ടില്ല പ്രൊവിഷന്റെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ കണ്ടിജന്റ് ലയബിലിറ്റി ആയിട്ട് ഡിസ്ക്ലോസ് ചെയ്യും. നമുക്ക് പ്രസന്റ് ഒബ്ലിഗേഷൻ ഉണ്ട്, ഔട്ട്ഫ്ലോയും പ്രോബിൾ ആണ്, എമൗണ്ട് കണ്ടുപിടിക്കത്തില്ലെങ്കിൽ ബുക്സിൽ റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല, അന്നേരവും നമ്മൾ ഡിസ്ക്ലോഷർ ആണ് കൊടുക്കുക. അപ്പോൾ റിലയബിൾ എസ്റ്റിമേറ്റ് എടുക്കാൻ പറ്റില്ലെങ്കിൽ ആ സിറ്റുവേഷനിലും കണ്ടിജന്റ് ലയബിലിറ്റി ആണ്. ഇനി കണ്ടിജന്റ് ലയബിലിറ്റി ബേസിക്കലി ട്രീറ്റ്മെന്റ് എങ്ങനെയാണ്, അത് നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യുവാണ് ചെയ്യുക, അതൊരിക്കലും റെക്കഗ്നൈസ് ചെയ്യില്ല. ഇനി പ്രോബബിലിറ്റി ഓഫ് ഔട്ട്ഫ്ലോ റിമോട്ട് ആണ്, 5%, 6%, അത്രയൊക്കെ ചാൻസ് ഉള്ളൂ ഈ പേയ്മെന്റ് നടത്താൻ, അത്രയും റിമോട്ട് പോസിബിലിറ്റി ഉള്ളെങ്കിൽ അത് ഡിസ്ക്ലോസും ചെയ്യണ്ട. ഇനി ഈ സാധനം പോസിബിൾ ഒബ്ലിഗേഷനിൽ നിന്ന് മാറി ഒരു പ്രോബബിൾ ആവുന്ന സിറ്റുവേഷനിലേക്ക് വരുമ്പോൾ നമ്മൾ പ്രൊവിഷൻ റെക്കഗ്നൈസ് ചെയ്യുകയും ചെയ്യും. ഇനി ലാസ്റ്റ് വൺ ആണ് കണ്ടിജന്റ് അസറ്റ്സ്. കണ്ടിജന്റ് അസറ്റ്സിൽ സ്റ്റാൻഡേർഡ് പറയുന്നത് എന്താണ്, ഇറ്റ് ഈസ് എ പോസിബിൾ അസറ്റ് arises from past events, existence of which will be confirmed by occurrence or non-occurrence of one or more uncertain future events not wholly within the control of the enterprise. ഇനി നമ്മളെ സംബന്ധിച്ചിടത്തോളം കണ്ടിജന്റ് അസറ്റ്സ് നമ്മൾ ബുക്സിൽ റെക്കഗ്നൈസ് ചെയ്യുകയില്ല, ഡിസ്ക്ലോസ് ചെയ്യുകയും ചെയ്യില്ല ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിൽ. ദീസ് ആർ ദി പ്രൊവിഷൻസ് കണ്ടെയ്ൻഡ് ഇൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്. ഓക്കെ, AS ആപ്ലിക്കബിൾ ഫോർ സെക്കൻഡ് ഗ്രൂപ്പിലെ മുഴുവൻ സ്റ്റാൻഡേർഡ്സിന്റെ ഒരു ഓവർവ്യൂ, അതിന്റെ ഒരു റിവിഷൻ ആണ് നമ്മൾ ചെയ്തത്. സോ നിങ്ങൾ നന്നായിട്ട് പോയി എക്സാം എഴുതുക. കമ്പൽസറി ക്വസ്റ്റ്യൻ ആണ് എപ്പോഴും അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ്. പെർഫോം വെൽ. ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ്. താങ്ക് യു.